ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യദോന്വയാദിതരതശ്ച അർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്ദം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം തുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായ ഛേദേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ.
നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. നാരായണ. നാരായണ. മൂന്ന് ദിവസത്തെ തിരുവനന്തപുരം യാത്രയും താമസവും പത്മനാഭസ്വാമി ദർശനവും പത്മനാഭസ്വാമിയുടെ സവിധത്തിൽ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ശങ്കരഭാഷ്യം സമ്പൂർണമായിട്ട് സമഷ്ടിയായിട്ട് കുറേ സന്യാസിമാരും മറ്റ് പത്മനാഭ ഭക്തരായിട്ടുള്ള നാട്ടുകാരും 350ഓളം 370ഓളം നാട്ടിലുള്ള ഭക്തജനങ്ങളും ഭാഷ്യപാരായണം ഓരോരുത്തരും ബുക്കുമായിട്ട് ഞങ്ങളോടൊപ്പം പാരായണം ചെയ്തു. അത് കഴിഞ്ഞ് പത്മനാഭ ദർശനവും കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം ഒരു ചെറിയ സത്സംഗം കഴിഞ്ഞ് വൈകുന്നേരം വണ്ടി കയറി, ട്രെയിൻ കയറി, രാവിലെ പുലർച്ചെ എത്തി. അതിന് മുമ്പ് 2 ദിവസം വൈലോപ്പള്ളി സംസ്കൃതി ഭവനത്തിൽ ശങ്കരഭാഷ്യവും അതുപോലെ മറ്റ് വിഷയങ്ങളുടെ, വേദാന്ത വിഷയങ്ങളുടെ വ്യാഖ്യാന പ്രഭാഷണങ്ങളും അതിലെനിക്ക് കിട്ടിയ വിവേക ചൂടാമണി 1 മണിക്കൂർ എന്നാലാവും പോലെ കിട്ടിയ സമയത്ത് അവതരിപ്പിച്ചു. എല്ലാം ഭംഗിയായി കഴിഞ്ഞു. തിരിച്ച് പൂർവാധികം ആരോഗ്യത്തോടെ തിരിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഭാഗവത ജ്ഞാനഗംഗയിൽ മുങ്ങാം അല്ലേ. നമ്മുടെ കുംഭമേള ഇവിടെയാണ്. ഭാഗവത ജ്ഞാനഗംഗയിൽ നിത്യസ്നാനം, അതാണ് നമ്മുടെ കുംഭമേള. നാരായണ. അപ്പം നമുക്ക് ഭാഗവതം ദശമസ്കന്ധത്തിലെ രാസപഞ്ചാധ്യായി എന്ന 5 അധ്യായങ്ങളിൽ അവസാന അധ്യായത്തിലാണ് ഇപ്പം നമ്മൾ. 33-ാം അധ്യായത്തിൽ രാസക്രീഡയുടെ വർണ്ണന. നമുക്ക് ആദ്യം 33-ാം അധ്യായം വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ 33-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഇത്തം ഭഗവതോ ഗോപ്യഃ ശ്രുത്വാ വാചഃ സുപേശലാഃ ജഹുർവിരഹജം താപം തദംഗോപചിതാശിഷഃ
തത്രാരപത ഗോവിന്ദോ രാസക്രീഡാം അനുവ്രതൈഃ സ്ത്രീരത്നൈരന്വിതഃ പ്രീതൈർ അന്യോന്യാബദ്ധബാഹുഭിഃ രാസോത്സവഃ സംപ്രവൃത്തോ ഗോപീമണ്ഡലമണ്ഡിതഃ യോഗേശ്വരേണ കൃഷ്ണേന താസാം മധ്യേ ദ്വയോർദ്വയോഃ പ്രവിഷ്ടേന ഗൃഹീതാനാം ഖണ്ഡേ സ്വനികടം സ്ത്രിയഃ യം മന്യേരന്നബസ്താവത് വിമാനശതസങ്കുലം ദിവൗകസാം സദാരാണാം ഔത്സുക്യാപഹൃതാത്മനാം തതോ ദുന്ദുഭയോ നേദുഃ നിപേദുഃ പുഷ്പവൃഷ്ടയഃ ജഗുർഗന്ധർവപതയഃ സസ്ത്രീകാ തദ്യശോമലം വലയാനാം നൂപുരാണാം കിങ്കിണീനാം ച യോഷിതാം സപ്രിയാണാമഭൂത് ശബ്ദഃ തുമുലോ രാസമണ്ഡലേ തത്രാദിശുശുഭേതാഭിഃ ഭഗവാൻ ദേവകീസുതഃ മധ്യേ മണീനാം ഹൈമാനാം മഹാമരകതോ യഥാം പാദന്യാസൈർഭുജവിദുദിഭിഃ സസ്മിതൈർഭ്രൂവിലാസൈഃ ഭജ്യന്മദ്യൈശ്ചലകുചപടൈഃ കുണ്ഡലൈർഗണ്ഡലോലൈഃ സ്വിദ്യന്മുഖ്യഃ കബരരചനാഗ്രന്ഥയഃ കൃഷ്ണവദ്വോ ഗായന്ത്യസ്തം തടിദൈവതാ മേഘചക്രേ വിരേജുഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഉച്ചൈർജഗുർനൃത്യമാനാ രക്തകണ്ഠ്യോരതിപ്രിയാഃ കൃഷ്ണാഭിമർശമുദിതാഃ യദ്ഗീതേനേതമാവൃതം കാചിത് സമം മുകുന്ദേന സ്വരജാതീരമിശ്രിതാഃ ഉന്നിന്യേ പൂജിതാ തേന പ്രിയതാ സാധു സാധ്വിതി തദേവ ധ്രുവമുന്നിന്യേ തസ്യൈ മാനം ച ബഹ്വദാത് കാചിത്രാസപരിശ്രാന്ത പാർശ്വസ്തസ്യ ഗദാമൃതഃ ജഗ്രാഹ ബാഹുനാ സ്കന്ദം ശ്ലതദ്വലയമല്ലികാം തത്രൈകാം സഗതം ബാഹും കൃഷ്ണസ്യോൽപലസൗരഭം ചന്ദനാലിപ്തമഗ്രായ ഹൃഷ്ടരോമാ ചുചുംബഃ കസ്യാശ്ചിന്നാട്യവിക്ഷിപ്തകുണ്ഡലത്വിഷമണ്ഡിതം ഗണ്ഡം ഗണ്ഡേ സന്ദധത്യാ അദാ താംബൂലചർവിതം നൃത്യന്തി ഗായതി കാചിത് കൂജന്നൂപുരമേഖല പാർശ്വസ്ഥാച്യുതഹസ്താബ്ജം ശ്രാന്താധാത് സ്തനയോ ശിവം ഗോപ്യോ ലബ്ധ്വാച്യുതം കാന്തം ശ്രിയ ഏകാന്തവല്ലഭം ഗൃഹീതകണ്ഠ്യഃ തദ്ദോർഭ്യാം ഗായന്ത്യസ്തം വിജഹൃരേ കർണോത്പലാളകവിടംഗകപോലഘർമ്മവക്ത്രശ്രിയോ വലയനൂപുരഘോഷവാദ്യൈഃ ഗോപ്യഃ സമം ഭഗവതാനനൃതുഃ സ്വകേശസ്രസ്തസ്രജോ ഭ്രമരഗായകരാസഗോഷ്ഠ്യാം ഏവം പരിഷ്വംഗകരാഭിമർശസ്നിഗ്ധേക്ഷണോദ്ദാമവിലാസഹാസൈഃ രേമേ രമേശോ വ്രജസുന്ദരീഭിഃ യഥാർഭഗസ്വപ്രതിബിംബവിഭ്രമഃ തതംഗസംഗപ്രമുദാകുലേന്ദ്രിയാഃ കേശാൻദുകൂലം കുചപട്ടികാം വാ നാഞ്ജഃ പ്രതിവ്യോടുമലം വ്രജസ്ത്രിയോ വിസ്രസ്തമാലാഭരണാ കുരുദ്വഃ കൃഷ്ണവിക്രീഡിതം വീക്ഷ്യ മുമുഹുഃ കേചരസ്ത്രിയഃ കാമാർദിതാ ശശാങ്കശ്ച സഗണോ വിസ്മിതോऽഭവത് കൃത്വാ താവന്തമാത്മാനം യാവതീർഗോപയോഷിതഃ രേമേ സ ഭഗവാൻ താഭിഃ ആത്മാരാമോപി ലീലയാം താസാം അതിവിഹാരേണ ശ്രാന്താനാം വദനാനി സഹ പ്രാമൃജത്കരുണഃ പ്രേംണാ ശന്തമേനാംഗ പാണിനാം ഗോപ്യസ്ഫുരത്പുരടകുണ്ടലകുണ്ടളത്യുദ്ഗണ്ഡശ്രിയാ സുദിതഹാസനിരീക്ഷണേന മാനം ദദത്യ ഋഷഭസ്യ ജഗുകൃതാനി പുണ്യാനി തത്കരരുഹസ്പർശപ്രമോദാഃ താഭിർയുത ശ്രമമപോഹിതുമംഗസംഗകൃഷ്ടസ്രജ സകുചകുങ്കുമരഞ്ജിതായാഃ ഗന്ധർവപാളീഭിരനുദ്രുത ആവിശദ്വാഃ
ശ്രാന്തോ ഗജീഭിരിവ ഇപരാടിവ ഭിന്നസേതുഃ സോംബസ്യലം യുവതിഭിः പരിഷിച്യമാനഃ പ്രേംനേക്ഷിത പ്രഹസതീഭിർ ഇതസ്തതോംഗ വൈമാനികൈ കുസുമവർഷിഭിः ഈഡ്യമാനോ രേമേ സ്വയം സ്വരതിരത്ര ഗജേന്ദ്രലീലഃ തതശ്ച കൃഷ്ണോ ഭവനെ ജലസ്ഥലപ്രസൂനഗന്ധാനിലജുഷ്ടദിക്തടേ ചചാര ഭൃംഗപ്രമദാഗണാവൃതോ യഥാ മതച്ഛുദ്ധിരതഃ കരേണുഭിः ഏവം ശശാങ്കാംശു വിരാജിതാ നിശാഃ സ സത്യകാമോ അനു സത്യകാമോനുരതാബലാഗണഃ ശിശേവ ആത്മന്യവരുദ്ധസൗരദഃ സർവാശരത്കാവ്യകദാരസാശ്രയാഃ രാജോവാച സംസ്ഥാപനായ ധർമ്മസ്യ പ്രശമായേതരസ്യ ച അവതീർണോ ഹി ഭഗവാൻ അംശേന ജഗദീശ്വരഃ സ കഥം ധർമ്മസേതൂനാം വക്താ കർത്താഭിരക്ഷിത പ്രതീപമാചരത് ബ്രഹ്മൻ പരദാരാഭിമർശനം ആപ്തകാമോ യദുപതിഃ കൃതവാൻ വൈ ജുഗുപ്സിതം കിമഭിപ്രായയേതം നഃ സംശയം ചിന്തി സുവ്രത. ശ്രീശുക ഉവാച ധർമ്മവ്യതിക്രമോ ദൃഷ്ടഃ ഈശ്വരാണാം ച സാഹസം തേജീയസാം ന ദോഷായ വഹ്നേ സർവഭുജോ യദാ നൈതത്സമാചരേജ്ജാതു മനസാഭിഹ്യനീശ്വരഃ വിനശ്യത്യാചരൻ മൗഢ്യാത് യഥാ രുദ്രോബ്ദിജം വിഷം ഈശ്വരാണാം വചഃ സത്യം തഥൈവാചരിതം ക്വചിത് തേഷാം യത് സ്വവചോ യുക്തം ബുദ്ധിമാൻ തത്സമാചരേത് കുശലാചരിതേനൈഷാം ഇഹ സ്വാർത്ഥോ ന വിദ്യത്തെ വിപര്യേണ വാനർത്ഥോ നിരഹങ്കാരിണാം പ്രഭോ കിമുദാകില സത്വാനാം തിര്യങ്മർത്യതിബൗഗസാം ഈശു ദുശ്ചേഷിതവ്യാനാം കുശലാകുശലാന്വയഃ യത്പാദപങ്കജപരാഗനിഷേവതൃപ്താഃ യോഗപ്രഭാവവിദുദാകില കർമ്മബന്ധാഃ സ്വൈരം ചരന്തി മുനയോ വിനനഹ്യമാനാഃ തസ്യേച്ഛയാത്തവ പുഷഃ കുത ഏവ ബന്ധഃ ഗോപീനാം തൽപതീനാം ച സർവേഷാമേവ ദേഹിനാം യോऽന്തശ്ചരതി സോऽധ്യക്ഷഃ ക്രീഡനേ നേഹദേഹഭാക് അനുഗ്രഹായ ഭൂതാനാം മാനുഷം ദേഹമാസ്ഥിതഃ ഭജതേ താദൃശീ ക്രീഡാ യാ ശ്രുത്വാ തത്പരോ ഭവേത് നാസൂയൻ ഖലു കൃഷ്ണായ മോഹിതാസ്തസ്യ മായയാ മന്യമാനാ സ്വപാർശ്വസ്താൻ സ്വാൻ സ്വാൻ ദാരാൻ വ്രജൗകസഃ ബ്രഹ്മരാത്രൗ ഉപാവൃത്തെ വാസുദേവാനുമോദിതാഃ അനിച്ഛന്ത്യോ യയുർഗോപ്യഃ സ്വഗൃഹാൻ ഭഗവത്പ്രിയാഃ വിക്രീഡിതം വ്രജവധൂഭിരിദം ച വിഷ്ണോഃ ശ്രദ്ധാന്വിതോऽനുശൃണുയാത് അദവർണയേദ്യഃ ഭക്തിം പരാം ഭഗവതി പ്രതിലഭ്യ കാമം ഹൃദ്രോഗമാശ്വപഹിനോത്യചിരേണ ധീര. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ രാസക്രീഡാവർണ്ണനം നാമ ത്രയത്രിംശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം.
രാസപഞ്ചാധ്യായി അതിൻ്റെ അവസാന ഭാഗത്തേക്ക് അല്ലെങ്കിൽ 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ അധ്യായത്തിൽ ഗോപികമാരുടെ ചില കുസൃതി ചോദ്യങ്ങൾ, അവരുടെ പരിഭവം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിന് ഭഗവാൻ വളരെ ഭംഗിയായി ഉത്തരം കൊടുത്തു. സ്വാർത്ഥരായിട്ടുള്ള ആളുകളുടെ സ്നേഹ പ്രകടനങ്ങൾ വാസ്തവത്തിൽ യഥാർത്ഥ സ്നേഹമൊന്നുമല്ല, അത് വെറും കച്ചവടം മാത്രമാണെന്നും, കൊടുക്കൽ വാങ്ങൽ, മറ്റൊരു കൂട്ടർ കരുണ കൊണ്ട് സ്നേഹിക്കുന്നവർ ഇങ്ങോട്ട് സ്നേഹിക്കാത്തവരെയും അങ്ങോട്ട് സ്നേഹിക്കുന്നതും പറഞ്ഞു. പിതൃക്കൾ അല്ലെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഗുരുക്കന്മാരെല്ലാം അങ്ങനെയാണ്. എന്നാൽ ഭഗവാൻ തന്നെ സ്നേഹിക്കുന്നവരെ പോലും അങ്ങോട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല. അതിന് കാരണം എന്താ പറയുക, അവജ്ഞ ഉണ്ടാവാതിരിക്കാൻ. അധികം സുലഭമായി കഴിഞ്ഞാൽ ഏതു വസ്തുവിനോടും അവഗണനയുണ്ടാവും. അത് സംഭവിക്കാൻ എപ്പോഴും ഭഗവാൻ ഒരടി മാറി നിൽക്കും, അല്ലേ? അല്പം പിടിതരാതെ മാറി മാറി നിൽക്കും. അപ്പോൾ വീണ്ടും വീണ്ടും ആ ഭഗവത് സ്മരണ ഭക്തന്മാരുടെ ഉള്ളിൽ ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ്. എപ്പോഴും ഭഗവത് സ്മരണ ഉണ്ടായാൽ മാത്രമേ അവർക്ക് ആ ഭഗവത് പ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഇപ്പോൾ നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ സാംസാരിക വിഷയങ്ങളെക്കുറിച്ചാണ് കൂടുതൽ സമയവും ചിന്തിക്കുന്നത്, വ്യവഹരിക്കുന്നത്. അത് മാറി കൂടുതൽ സമയവും ഈശ്വരാഭിമുഖമായിട്ടുള്ള ചിന്തയാണ് നമുക്ക് വർദ്ധിച്ചു വരേണ്ടത്. എങ്കിൽ മാത്രമേ ജന്മജന്മാന്തരങ്ങളായി നമ്മളെ ബാധിച്ചിട്ടുള്ള നമ്മുടെ ഈ വാസനാ സംസ്കാരം നമ്മെ വിട്ടുപോവുകയുള്ളൂ. നമ്മളിൽ നിന്ന് അത് കുറഞ്ഞു വന്ന് ഭഗവത് സ്മൃതി എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉറച്ചു കിട്ടണമെങ്കിൽ നിരന്തരമായ ആ ഒരു പ്രയത്നം വേണം. അതാണ് ഭക്തന്മാരെല്ലാവരും ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഏതവസ്ഥയിലും അങ്ങയുടെ പാദാരവിന്ദങ്ങളെ സ്മരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കണം എന്ന്. ദിവിവാ ഭുവിവാ മമാസ്തുവാസോ നരകേവാ നരകാന്തക പ്രകാമം അവധീരിത ശാരദാരവിന്ദൗ ചരണവുതേ മരണേപി ചിന്തയാനി. ഏതവസ്ഥയിലും മരണസമയത്തും അങ്ങയുടെ ആ അതിമനോഹരങ്ങളായ ശരത്കാല താമരകളെ വെല്ലുന്ന അങ്ങയുടെ പാദാരവിന്ദങ്ങളെ സ്മരിക്കുവാൻ സാധിക്കണം. അപ്പം നമ്മൾക്ക് അങ്ങനെ സ്മരിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് ഏറ്റവും പ്രേമമുള്ള വസ്തുവിനെ മാത്രമേ സ്മരിക്കാൻ പറ്റുള്ളൂ. നമ്മൾക്ക് പ്രേമമുള്ള വസ്തു നമ്മുടെ കരഗതമായി കഴിഞ്ഞാൽ, നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന ഒരു വസ്തുവായി തീർന്നു കഴിഞ്ഞാൽ അതിനോടുള്ളതായിട്ടുള്ള നമ്മുടെ ഭാവം മാറുന്നതാണ്. നമ്മുടെ മനസ്സ് അങ്ങനെ ഒരു എന്താ പറയുക സ്വഭാവത്തോടു കൂടിയതാണ്. ഏത് വസ്തു നമുക്ക് സുലഭമായിട്ട് ലഭിക്കുന്നുവോ അതിനോട് നമുക്ക് പിന്നെ വിലയുണ്ടാവില്ല, അവഗണനയായിരിക്കും. അപ്പോൾ കിട്ടാത്ത വസ്തുവിനെ ആയിരിക്കും നമ്മൾ ഇഷ്ടപ്പെടുന്നതും ആദരിക്കുന്നതുമായിട്ടുള്ള വസ്തുവിനെ നമ്മൾ നിരന്തരം ധ്യാനിക്കും. അപ്പോൾ ആ ധ്യാനം അത് ഭഗവാന്റെ നേരെയാവുമ്പോൾ അത് തന്നെയാണ് ഉത്തമമായിട്ടുള്ള ഭക്തി. ആ ഭക്തിയിലൂടെയാണ് നമുക്ക് ഭഗവത് സാക്ഷാത്കാരം അഥവാ ആത്മസാക്ഷാത്കാരം സാധിക്കുക. അപ്പോൾ അതാണ് ഭഗവാന്റെ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം. എളുപ്പത്തിൽ കിട്ടുന്നൊരു വസ്തുവായാൽ ഭഗവാനെ ഈസി ആയിട്ട് അവഗണിക്കുകയും മറക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പാടില്ല. നമ്മുടെ മനസ്സ് എപ്പോഴും ഭഗവാന്റെ അഭിമുഖമായി തന്നെ ഇരിക്കണം. അതിനാണ് ഭഗവാൻ നമ്മളെ മോഹിപ്പിച്ചുകൊണ്ട് പിടിതരാതെ എപ്പോഴും
എന്താ പറയുക, ഒരു കൈപ്പാടകലെ ഈ പണ്ടൊക്കെ ഈ കുതിരവണ്ടി ഓടിക്കുന്നവർ ആ വണ്ടിയിൽ കുതിരയുടെ മുമ്പിലോട്ട് ഒരു വടി കെട്ടിയിട്ട് അതിലൊരു പുൽക്കൂട പിടിപ്പിച്ചിട്ടുണ്ടാവും. അതിൽ പുല്ലും ഉണ്ടാവും, നല്ല പച്ചപ്പുല്ലും ഉണ്ടാവും. ഈ കുതിര ആ പുല്ലിന് വേണ്ടി നടക്കും. എത്ര നടന്നാലും ആ പുല്ല് ഒരു വടി അകലെ തന്നെയാണ്. അപ്പോൾ വലിയ ആയാസം കൂടാതെ അല്ലേ, കുതിരയെ പീഡിപ്പിക്കാതെ കുതിര സ്വമേധയാ ആ പുല്ലിന് അഭിമുഖമായി നടത്താൻ വേണ്ടിയിട്ടാണ് ഈ നുകത്തിൽ നിന്ന് തന്നെ കുതിരയുടെ തലയ്ക്ക് മുകളിലൂടെ ഒരടി മുന്നോട്ട് ഈ പുല്ല് കെട്ടിവെച്ചിരിക്കുന്നത്. പുല്ലിനെ കടിക്കാനായി ആഞ്ഞുകൊണ്ട് പാവം കുതിര നടന്നുകൊണ്ടേയിരിക്കും. അപ്പം ഇതുപോലെ നമ്മൾക്ക് ഭഗവാനോടുള്ളതായിട്ടുള്ള ആ പ്രേമം ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സ് ഭഗവത് അഭിമുഖമായിരിക്കും. ആ ഭഗവാൻ നമ്മുടെ കയ്യിൽ കിട്ടി എന്നുള്ളതായിട്ടുള്ളൊരു ഭാവം നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ നിന്ന് പിന്തിരിയും, അതിനോട് അവഗണനയുണ്ടാകും. അങ്ങനെ നമുക്ക് പതനം സംഭവിക്കും, പ്രമാദം സംഭവിക്കും. പ്രമാദോ വൈ മൃത്യുഹു എന്ന് സനൽകുമാര മഹർഷി പറഞ്ഞിട്ടുണ്ട്. ആ പ്രമാദം സംഭവിക്കാതിരിക്കാൻ അല്ലേ, പ്രമാദത പ്രച്യുത കേളികന്തുക സോപാന പങ്ക്തൗ പതിതോ യഥാ തഥാ എന്ന് ശങ്കരാചാര്യർ പറയും. നമുക്ക് പ്രമാദം സംഭവിച്ചാൽ ഒരു മാളികപ്പുറത്ത് നമ്മൾ മട്ടുപ്പാവിൽ ഒരു പന്തും കൊണ്ട് കളിക്കുമ്പോൾ ആ പന്ത് താഴേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ അത് കോണിപ്പടിയിലൂടെ എത്ര മൊമെന്റം ആർജിച്ച് വളരെ വേഗത്തിൽ അത് താഴേക്ക് പതിക്കുമോ, അതുപോലെയാണ് നമ്മുടെ മനസ്സും. അപ്പോൾ നമ്മുടെ മനസ്സിന് ഈ ഒരു പതനം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ എപ്പോഴും തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിടിതരാതെ കളിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ നമുക്ക് ഭഗവാനോട് പരിഭവം വേണ്ട. നമ്മളോടുള്ള അധിക സ്നേഹം കൊണ്ടാണ് നമ്മളെ കൂടുതൽ കൂടുതൽ ഭഗവാനിലേക്ക് അഭിമുഖമാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മുടെ ചിന്തയും ശ്രദ്ധയും ഭഗവാനിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഒളിഞ്ഞു കളിക്കുന്നത് എന്ന് ഓരോ ഭക്തരും ബോധ്യപ്പെടണം. അവനവനെ ആധ്യാത്മികമായി ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഈ ശ്രമം. ഈ ഭാഗവത ദശമസ്കന്ധം തന്നെ നിരോധമാണ്. നിരോധം എന്നാൽ ചിത്തവൃത്തി നിരോധം തന്നെ. നമ്മുടെ മനസ്സ് ബാഹ്യ വിഷയങ്ങളിലേക്ക് പോകാതെ ഈശ്വരാഭിമുഖമായി തിരിഞ്ഞ് എപ്പോഴും ഈശ്വരനെ തന്നെ ചിന്തിച്ച് അവസാനം അത് തന്മയീഭാവം പ്രാപിക്കണം, ഈശ്വരനുമായി വിലയം പ്രാപിക്കണം. അതാണ് ഈ ദശമസ്കന്ധത്തിലെ ഭഗവാന്റെ കഥകളുടെ മുഴുവൻ സാരം. അപ്പോൾ രാസക്രീഡയ്ക്കും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? അത് തന്നെ പറയാനുള്ളത്. എങ്ങനെയാണോ ഈ ഗോപികളെ ഭഗവാൻ മോഹിപ്പിച്ചുകൊണ്ട് തൻ്റെ പുറകെ തന്നെ ആകർഷിച്ചുകൊണ്ടേയിരുന്നത്, അതേപോലെ നമ്മുടെ മനസ്സിനെയും ഭഗവാൻ ഇങ്ങനെ തൻ്റെ അടുത്തേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് തൻ്റെ ഈ അത്ഭുതങ്ങളായ ഈ ഒളിച്ചു കളികളെ കൊണ്ട്, ഈ ലീലകളെ കൊണ്ട് എന്ന് പറയാം. നമുക്ക് പിടിതരാതെ കളിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കും കളിക്കാം. ഭഗവാന്റെ പുറകെ തന്നെ ഭഗവാനെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. എപ്പോഴാണ് ഭഗവാൻ പിടിതരിക എന്നറിയില്ല. നമ്മൾ പൂർണ്ണ യോഗ്യരായി കഴിഞ്ഞാൽ ഭഗവാൻ പിടിതരും. അതാണ് ഉപനിഷത്തും പറഞ്ഞത്, യമൈവൈഷ വൃണുതേ തേന ലഭ്യ തസ്യേഷ ആത്മാ വിവൃണുതേ തനൂം സ്വാം. എപ്പോൾ നമ്മൾ ഭഗവാനാൽ അല്ലെങ്കിൽ ഈ ആത്മാവിനാൽ അല്ലെങ്കിൽ പരബ്രഹ്മത്താൽ തെരഞ്ഞെടുക്കപ്പെടുന്നുവോ, യം ഏവ യേശ വൃണുതേ തേന ലഭ്യ, അവനാൽ ആ ഈശ്വരതത്വം ലഭിക്കപ്പെടും. തസ്യ ഏഷ ആത്മാ വിവൃണുതേ തനൂം സ്വാം, അവന് ഈ ആത്മാവ് തൻ്റെ സ്വാം തനും വിവൃണുതേ, തൻ്റെ സ്വരൂപത്തെ നന്നായിട്ട്
പ്രകടിപ്പിച്ചു കൊടുക്കുന്നു, അനാവരണം ചെയ്തു കൊടുക്കുന്നു. അപ്പം നമ്മളതിന് യോഗ്യത നേടി എന്ന് ഉറപ്പായാലേ ഭഗവാൻ തന്നെ തന്നെ പൂർണ്ണമായിട്ടും വിട്ടുതരുള്ളൂ. കുചേല ഉപാഖ്യാനത്തിലൊക്കെ കുചേലനും അത് തന്നെയാണ് പറയണത്. ഭഗവാൻ തൻ്റെ ഭക്തന്മാർ ആഗ്രഹിച്ചതൊന്നും പെട്ടെന്നൊന്നും കൊടുക്കില്ല. കാരണം അവർക്ക് പതനമുണ്ടാവും എന്ന് കരുതിയിട്ട് അവർ കൂടുതൽ കൂടുതൽ ഭക്തി ആർജിച്ച് വളർന്ന് പാകത നേടിക്കഴിയുമ്പോൾ മാത്രമാണ് ഭഗവാൻ അവരാഗ്രഹിച്ചതിനെ അല്ലെങ്കിൽ ആഗ്രഹിച്ചതിലും അധികം തന്നെ തന്നെ കൊടുക്കുക. കുചേലന് ഭഗവാൻ അങ്ങനെയാണ് ചെയ്തത്. കുറേ കാലം കുചേലൻ കഷ്ടപ്പെട്ടു, അതിലൂടെ അദ്ദേഹം പാകപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭക്തി പൂർണ്ണമായി വളർന്നു. ആ ഭഗവാനെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. ഭഗവാന്റെ അനുഗ്രഹത്തിന് പരിപൂർണമായിട്ട് അദ്ദേഹം പാത്രീഭവിച്ചു. എന്നിട്ട് അദ്ദേഹം വീണ്ടും പ്രാർത്ഥിച്ചു, തസ്യൈവമേ സൗഹൃദ സഖ്യ മൈത്രി ദാസ്യം പുനർ ജന്മനി ജന്മനി സ്യാത്. എൻ്റെ ഇനിയും എത്ര ജന്മങ്ങളുണ്ടെങ്കിലും ആ ഭഗവാനോട് തന്നെ എനിക്ക് സൗഹൃദം, സഖ്യം, മൈത്രി, ദാസ്യം എന്നീ ഭാവങ്ങൾ നിരന്തരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ഭക്തിയെ ഒരു കാഷ്വൽ ഭക്തിയല്ല, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഭക്തിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഈ കളികളെല്ലാം. അമ്മയായ യശോദയും കുറെ ഓടിപ്പിച്ച് കളിച്ചില്ലേ അല്ലേ? ദാമോദരൻ പിടികൊടുക്കാനായിക്കൊണ്ട് ദാമോദരനെ ഉരലിൽ കെട്ടാനായിട്ട് എളുപ്പത്തിൽ സാധിച്ചു. കുറെ ഓടിച്ചു, പിന്നെ കയറ് തികയാതെ കുറെ കഷ്ടപ്പെടുത്തി, കുറെ വിഷമിപ്പിച്ചു. ഓരോരുത്തരെയും ഭഗവാൻ പരീക്ഷിച്ച് തന്നെയാണ് അവരവരുടെ രീതിയിൽ പരീക്ഷിക്കും, അവരവരുടെ തലത്തിൽ പരീക്ഷിക്കും. എന്നിട്ട് പാകത വരുത്തും, എന്നിട്ട് പിടികൊടുക്കും. ഒരിക്കലും പിടി തരില്ല എന്നില്ല. അങ്ങനെ വിചാരിച്ച് നിരാശപ്പെടരുത്. പിടിതരും അല്ലേ? മുമ്പേ പറഞ്ഞ കുതിരവണ്ടിയിൽ കെട്ടിയിരുന്ന ആ പുല്ല് ലക്ഷ്യത്തിലെത്തിക്കഴിയുമ്പോൾ വണ്ടിക്കാരനെ അഴിച്ച് കുതിരയ്ക്ക് പാകത്തിന് തിന്നാനായിട്ട് ഇട്ട് കൊടുക്കും. പാവം കുതിര ക്ഷീണിച്ചിരിക്കുന്നു, അതിന് ഇനിയും തിരിച്ചു നടക്കണമെങ്കിൽ അതിന് ആരോഗ്യം വേണം. അപ്പോൾ ഈ പുല്ലിനെ അദ്ദേഹം അഴിച്ചിട്ട് കൊടുക്കും. എന്നിട്ട് കുതിരയെ ഒന്ന് തലോടിയൊക്കെ കൊടുക്കും പാവം. അതുപോലെയാണ് ഭഗവാൻ നമ്മളെ ആദ്യം ഭഗവാന്റെ അടുത്തേക്ക് മോഹിപ്പിച്ച്, ആകർഷിച്ച്, പ്രലോഭിപ്പിച്ച് ഇങ്ങനെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് തൊട്ടും തൊടാതെയും കുറെ കളിപ്പിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഭഗവാൻ പൂർണ്ണമായിട്ട് അഹം ഭക്തപരാധീനഃ എന്ന് അംബരീഷന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ അധീനത്തിലായി തീരും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. അത് തന്നെയാണ് രാസക്രീഡയിലും ഭഗവാൻ ഈ ഗോപികമാരോടും പറയുന്നത് എന്ന് ഒന്ന് നല്ലോണം മനസ്സിരുത്തി ഓർമ്മിക്കുക. ഭഗവാനോട് ഒരു തരത്തിലുള്ള പരിഭവവും ആർക്കും വേണ്ട. അപ്പോൾ ഈ അധ്യായം 33-ാം അധ്യായം ആരംഭിച്ചത് ഭഗവാന്റെ ആ അതിമനോഹരങ്ങളായ വാക്കുകൾ കേട്ട് ആ ഗോപികമാര് വിരഹജം താപം ജഹുഹു, വിരഹത്തിൽ നിന്ന് ജനിച്ച ആ അവരുടെ മനസ്താപത്തെ അവർ ത്യജിച്ചു. തതംഗ ഉപചിത ആശിഷ, ആ ഭഗവാന്റെ അംഗസ്പർശം കൊണ്ടും അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചവരായിട്ട് പിന്നീട് തന്നെ അനുസരിക്കുന്നവരായ ഗോപസ്ത്രീകളെ സന്തോഷിപ്പിക്കാൻ ഭഗവാൻ ആ സ്ത്രീരത്നങ്ങളോടുകൂടി അന്യോന്യ ആബദ്ധബാഹുഭിഹി രാസക്രീഡാം ആരഭത, പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ട് വൃത്താകൃതിയിൽ മണ്ഡലാകൃതിയിൽ ഗോപീ മണ്ഡലമണ്ഡിത രാസോത്സവ സംപ്രവൃത്ത, ഗോപീമണ്ഡലത്താൽ ചുറ്റപ്പെട്ടവനായി അലങ്കരിക്കപ്പെട്ടവനായി ഭഗവാൻ രാസോത്സവം ആരംഭിച്ചു. ഈ രാസം എന്നത് നൃത്തമാണ്.
വിവിധ രസങ്ങളെ ജനിപ്പിക്കുന്നത് കൊണ്ട് അതിന് രാസം എന്ന് പേര്. അപ്പോൾ നാട്യം തന്നെ അല്ലേ, നടനം തന്നെ രസപ്രധാനമാണ്. നമ്മുടെ നാട്യശാസ്ത്രം തന്നെ നവരസങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. നവരസങ്ങളെ ജനിപ്പിക്കുന്നതാണ് നാട്യം അഥവാ രാസം. ഇവിടെ രാസ നൃത്തമാണ്, രാസോത്സവം, ആനന്ദ നടനം. ഗോപികമാരും ഭഗവാനുമായി പരസ്പരം ചേർന്നുകൊണ്ട് ഭഗവാൻ ഈ രണ്ട് ഗോപികമാരുടെ നടുവിൽ ഓരോ കൃഷ്ണനായി, അതാണ് താസാം മധ്യേ ദ്വയോർദ്വയോഹോ. ഭഗവാൻ ആരാണ്? സാധാരണ പ്രാകൃതനായ മനുഷ്യനല്ല എന്ന് പറയാൻ യോഗേശ്വരേണ കൃഷ്ണേന, യോഗേശ്വരനായ കൃഷ്ണനാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അങ്ങനെ അവരുടെയൊക്കെ മധ്യത്തിൽ പ്രവേശിച്ചുകൊണ്ട് അവരുടെ കണ്ടേ ഗൃഹീതാനാം സ്വനികടം സ്ത്രീയ, ഗോപികമാരുടെ തോളിൽ ഭഗവാൻ കൈയിട്ടുകൊണ്ട് അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് അവരോടുകൂടി വൃത്താകൃതിയിൽ മണ്ഡലാകൃതിയിൽ നൃത്തം ചെയ്തു. അപ്പോൾ ആ ഗോപികമാരെന്ത് വിചാരിച്ചു? സ്ത്രീയ സ്വനികടം മന്യേരൻ, എൻ്റെ അടുത്താണ് ഭഗവാൻ, എൻ്റെ കൂടെയാണ് ഭഗവാൻ എന്ന് ഓരോരുത്തരും ആ ഭഗവാൻ തൻ്റെ കൂടെ തന്നെയാണെന്ന് വിചാരിച്ചു. മന്യേരൻ എന്ന് പറഞ്ഞു. ആ സമയത്ത് ആകാശം മുഴുവൻ വിമാനങ്ങൾ വന്ന് നിറഞ്ഞു. ദേവലോകവാസികളുടെ ഭാര്യമാരോട് കൂടിയതായിട്ടുള്ള ഭഗവാന്റെ ഈ അതിമനോഹരമായ രാസലീല കാണാനായിക്കൊണ്ട് വന്നു ചേർന്നവർ അവർ തന്നെ വാദ്യഘോഷങ്ങളൊക്കെ മുഴക്കി, പുഷ്പവൃഷ്ടികളെല്ലാം ചെയ്തു, ഗന്ധർവപതികൾ ഗാനം ചെയ്തു സ്ത്രീകളോടുകൂടി ഭഗവാന്റെ അമലമായ യശസ്സിനെ. അതുപോലെ ഗോപികമാരുടെയും മറ്റൊക്കെ വലയങ്ങൾ, നൂപുരങ്ങൾ, കിങ്കിണികളെല്ലാം ശബ്ദകോലാഹലം ഉണ്ടാക്കി. തുമുലോ അഭൂത് ശബ്ദ രാസമണ്ഡലേ, ഒരു തുമുലമായിട്ടുള്ള ശബ്ദം, അതിമനോഹരമായിട്ടുള്ള ശബ്ദം അവിടെ ഉണ്ടായി. ഭഗവാൻ ആ ദേവകീസുതൻ ഗോപികമാരുടെ മധ്യത്തിൽ ഹൈമാനാം മണീനാം മധ്യേ മഹാമരകതോ മണീവ അശോഭത, അല്ലെങ്കിൽ ശുശുഭേ, അതിശുശുഭേ, നന്നായി ശോഭിച്ചു. അപ്പോൾ സ്വർണമണികളുടെ നടുവിൽ പച്ചക്കല്ല് ശോഭിക്കുന്നത് പോലെ, അപ്പോൾ ഓരോ സ്വർണമണികൾക്കും ഇടവിട്ട് ഓരോ പച്ചക്കല്ലിട്ടിട്ടുള്ള ഒരു നെക്ലേസ് പോലെ, ഒരു മാല പോലെ, ഒരു ഹാരം പോലെ ആ വൃത്ത ആകൃതിയിലുള്ള ആ ഗോപികമാരുടെ മണ്ഡലം ശോഭിച്ചു എന്ന് പറയാം. ആ ഗോപികമാരും ഭഗവാന്റെ സാമീപ്യം കൊണ്ട് എങ്ങനെ ശോഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായി 8ാം ശ്ലോകത്തിൽ പറഞ്ഞത്. പാതന്യാസൈർഭുജവിദുതിഭിഃ സസ്മിതൈർഭ്രുവിലാസൈഃ ഭജ്യൻ മദ്യൈശ്ചലകുചപടൈഃ കുണ്ഡലൈർഗണ്ഡലോലൈഃ സ്വിദ്യൻ മുഖ്യഃ കബരരശനാഗ്രന്ഥയ കൃഷ്ണവധ്വോ ഗായന്ത്യസ്തം തടിദൈവത മേഘചക്രേ വിരേജുഃ. അപ്പോൾ ഭഗവാനെ മേഘമായി ഉപമിച്ചുകൊണ്ട് മേഘത്തിന്റെ നടുവിൽ, മേഘങ്ങളുടെ ചക്രത്തിൽ, വ്യൂഹത്തിൽ ആ ഗോപിക തടിതഃ ഇവ വിരേജുഹു, ഗോപികമാര് തടിത്തുക്കളെ പോലെ, മിന്നൽ കൊടികളെ പോലെ ശോഭിച്ചു. അവരുടെ പാട്ട് ഗായന്ത്യ എന്ന് പറഞ്ഞു. കൃഷ്ണവധ്വ ഗായന്ത്യ, ഭഗവാനെ കുറിച്ച് ഗാനം ചെയ്യണ്ടായിരുന്നു. അത് ഇടിവെട്ട് പോലെ തോന്നിയിട്ടുണ്ടാവും. അവരുടെ വിയർപ്പ് കണങ്ങൾ വീഴുന്നത് മഴവെള്ളം വീഴുന്നത് പോലെ എന്ന് പറഞ്ഞു. അവരുടെ പാദന്യാസങ്ങൾ, കരങ്ങളുടെ ഭുജങ്ങളുടെ ചലനങ്ങൾ, അവരുടെ മന്ദസ്മിതങ്ങൾ, അവരുടെ പുരികക്കൊടിയുടെ ചലനങ്ങൾ, വിലാസങ്ങൾ, അവരുടെ മധ്യഭാഗം വളരെ കൃശമാണ്. ആ കൃശഭാഗം ഒടിഞ്ഞു പോകും പോലെ തോന്നും പലപ്പോഴും. ഭജ്യൻ മദ്യൈഹി ചല കുചപടൈഹി, അവരുടെ കുചങ്ങളും പടങ്ങളും അല്ലെ, അവരുടെ സ്ഥലങ്ങളും വസ്ത്രങ്ങളുമെല്ലാം ആടി ഉലഞ്ഞുകൊണ്ട് ചലിച്ചുകൊണ്ട് കുചപടൈഹി കുണ്ടലൈർ ഗണ്ഡലോലൈഹി, അവരുടെ കർണങ്ങളിൽ തൂക്കിയിരിക്കുന്ന കുണ്ടലങ്ങള് ആ കവിൾത്തടത്തിൽ ലോലമായി ആടിക്കൊണ്ട്. സ്വിദ്യൻ മുഖ്യഃ, അവരുടെ മുഖങ്ങളെല്ലാം ശ്വേതപൂർണമായിരുന്നു, വിയർക്കുകയായിരുന്നു. കബരരശനാഗ്രന്ഥയ, അവരുടെ കബരഗ്രന്ഥിയും രശനാഗ്രന്ഥിയും നല്ലോണം മുറുക്കി കെട്ടിയിട്ടുണ്ട് എന്ന് പറയാം അല്ലെ. തലമുടിക്കെട്ടും അതുപോലെ അരയിലെ അരഞ്ഞാണവും വസ്ത്രങ്ങൾക്ക് മേലെ നന്നായി ബന്ധിച്ചിട്ടുണ്ട് എന്ന് പറയാം. അപ്പൊ ഇവര് എന്താ പറയാ, അരയും തലയും മുറുക്കി കെട്ടിയിട്ട് തന്നെയാണ് അല്ലേ
ഈ രാസനൃത്തം ചെയ്യുന്നത് അല്ലാതെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചോ നഗ്നരായോ വിവസ്ത്രരായിട്ടോ അല്ല എന്നും കൂടി ഇതിൽ സൂചിപ്പിക്കുകയാണ്. അവര് കബരരചനാഗ്രന്ഥയ എന്നാ പറയുന്നത്. കബരരചനാഗ്രന്ഥികളോട് കൂടിയിട്ട് തലക്കെട്ടും അരയിലെ അരഞ്ഞാണവും നല്ലതുപോലെ സുബദ്ധമായി ബന്ധിച്ചിട്ടാണ് ആ കൃഷ്ണവദ്വഹ, കൃഷ്ണന്റെ വനിതകൾ, ഭഗവാനെ കുറിച്ച് തന്നെ ഗാനം ചെയ്തുകൊണ്ട് ഭഗവാനാകുന്ന മേഘങ്ങളുടെ നടുവിൽ മിന്നലുകൾ എന്ന പോലെ വിരേജുഹു, ശോഭിച്ചു എന്ന് പറഞ്ഞു. അവര് ഭഗവാനെ കുറിച്ച് നൃത്യമാനാഹ രക്തകണ്ഠ്യഃ രതിപ്രിയാഹ ഉച്ചൈർ ജഗുഹു, അവരുടെ കണ്ഠങ്ങളെല്ലാം ചുവന്നിട്ടുണ്ട്. അവര് ഭഗവാനോടുള്ളതായിട്ടുള്ള ആ സന്തോഷം, ആനന്ദം അനുഭവിക്കുന്നവരായി, അതിൽ പ്രീതിയോടുകൂടിയവരായി ഉച്ചൈഹി ജഗുഹു, ഉച്ചത്തിൽ ഗാനം ചെയ്തു. കൃഷ്ണാഭിമർശമുദിതാഹ, ആ ഭഗവാന്റെ അഭിമർശം അഥവാ സ്പർശം, ഭഗവാന്റെ ദേഹവുമായിട്ടുള്ള സ്പർശം അവരെ എന്തെന്നില്ലാത്ത മോദമുണ്ടാക്കി. യദ്ഗീതേന ഇതമാവൃതം, ഏതൊരു ഗോപികമാരുടെ ഗാനം കൊണ്ട് ഈ ലോകം മുഴുവൻ മുഴങ്ങുകയാണ് എന്ന് പറയാം. എല്ലായിടത്തും അതിന്റെ തരംഗങ്ങള്, ഗോപികമാരുടെ ആഹ്ലാദ ഗാനങ്ങൾ, ഉച്ചത്തിൽ ഗാനം ചെയ്യുന്നത് മുഴങ്ങുകയാണ് എന്ന് പറയാം. കാചിത് സമം മുകുന്ദേന സ്വരജാതീരമിശ്രിതാഃ ഉന്നിന്യേ പൂജിതാ തേന പ്രിയതാ സാധു സാധ്വിതി തതേവ ധ്രുവമുന്നിന്യേ തസ്യൈ മാനം ച ബഹ്വദാത്. ഇവിടുന്ന് തൊട്ടാണ് നമ്മൾ കാണേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ 9-ാം ശ്ലോകം ഉച്ചൈർ ജഗുഹു നൃത്യമാന രക്തകണ്ഠ്യോ രതിപ്രിയാഹ അതുവരെ വായിച്ചിരുന്നു. അപ്പൊ ഇനിയും അവര് ഗോപികമാരെ എങ്ങനെയാണ് ആ ഭഗവാനുമായിട്ടുള്ള രാസനൃത്തത്തിൽ ആനന്ദം അനുഭവിച്ചത്. ഇത് ഒരു തരത്തിൽ യോഗീശ്വരന്മാർ ഭഗവാനെ ധ്യാനിക്കുമ്പോൾ അവർക്ക് ഹൃദയത്തിൽ ആ ഭഗവാന്റെ അനുഭവം ഉണ്ടാകുമ്പോൾ അവരനുഭവിക്കുന്ന ആ ബ്രഹ്മാനന്ദത്തിന് തുല്യമായിട്ടുള്ള, അതിന് സമീപം നിൽക്കുന്നതായിട്ടുള്ള ഒരു ആനന്ദമാണ് ഇവിടെ ഈ രാസാനന്ദം ഈ ഗോപികമാര് അനുഭവിക്കുന്നത് എന്ന് പറയാം. അപ്പോ യോഗീശ്വരന്മാർ അനുഭവിക്കുന്ന അതേ ആനന്ദം ഭഗവാൻ തന്റെ ഭക്തകളായ തനിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ എന്ന ആ ഭഗവാന്റെ ലോകത്തോട് മുഴുവനുള്ളതായിട്ടുള്ള ആഹ്വാനത്തെ സ്വീകരിച്ചുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പരിപൂർണ ഭക്തിയോടുകൂടെ ഭഗവാനിലേക്ക് വന്നു ചേർന്ന് ആ ഗോപികമാർക്ക് ആ ഭക്തിയിലൂടെ ഭഗവാനോടുള്ള പരമപ്രേമത്തിലൂടെ യോഗീശ്വരന്മാർ ഏതൊരു സുഖം അനുഭവിക്കുന്നുവോ അവര് ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനഃ, ആ അനുഭവം, ആ ഒരു ആനന്ദം ഇവർക്ക് ഭക്തി കൊണ്ട് ലഭിക്കുകയാണ്. അവരുടെ പ്രേമം കൊണ്ട് അവർക്ക് ഭഗവാൻ കൊടുക്കുകയാണ്. അതിൻ്റെ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു ആവിഷ്കാരമാണ് ഈ ഭഗവാന്റെ ഈ രാസ ക്രീഡ എന്ന് പറയുന്ന ഈ ആനന്ദ നടനം. അപ്പൊ ഇതൊരു ലൗകികമായിട്ടുള്ള നടനമല്ല, യോഗേശ്വരനായ കൃഷ്ണന്റെ തന്റെ ഭക്തകളുമായി ചേർന്നിട്ടുള്ള നടനമാണ്. കാചിത് സമം മുകുന്ദേന സ്വരജാതീരമിശ്രിതാഃ ഉന്നിന്യേ പൂജിതാ തേന പ്രിയതാ സാധു സാധ്വിതി തതേവ ധ്രുവമുന്നിന്യേ തസ്യൈ മാനം ച ബഹ്വദാത്. കാചിത് മുകുന്ദേന സമം സ്വരജാതീഹി അമിശ്രിതാഃ ഉന്നിന്യേ. ഉന്നിന്യേ എന്ന് പറഞ്ഞാൽ ഉന്നയിച്ചു, ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ നന്നായി ഉച്ചത്തിൽ പ്രകടിപ്പിച്ചു നൃത്തം. എന്താ പ്രകടിപ്പിച്ചത്? സ്വരജാതീഹി, സ്വരജാതികളെ. മുകുന്ദേന സമം ഭഗവാനോടുകൂടി ചേർന്ന് നൃത്തം വയ്ക്കുന്ന കാചിത് ഒരുവൾ
എങ്ങനെയാണ് സ്വരജാതീഹി ഉന്നിന്നിയ അമിശ്രിതാഹ. അമിശ്രിതാഹ എന്ന് പറഞ്ഞാൽ പരസ്പരം മിശ്രം ചെയ്യാതെ ഓരോന്നും സ്വരങ്ങളെ വ്യക്തമാക്കിക്കൊണ്ട് ഉച്ചത്തിൽ ഗാനം ചെയ്തു എന്നാണ്. സങ്കീർണമാക്കാതെ വ്യത്യസ്തങ്ങളായ സ്വരങ്ങളെ ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ എന്താ പറയുക, ആരോഹണ അവരോഹണാദികളെ പ്രകടിപ്പിച്ചുകൊണ്ട് എന്ന് പറയുക. അപ്പൊ എന്താ ഈ സ്വരജാതീഹി സാരി ഗമ പധ നീ എന്നുള്ള ആ സപ്തസ്വരങ്ങൾ തന്നെയാണ് അല്ലേ. ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ദൈവതം, നിഷാദം എന്നിങ്ങനെ പറയപ്പെടുന്ന ആ സാരി ഗമ പദനി എന്നുള്ള 7 സ്വരങ്ങളെ കൊണ്ട് നല്ലതുപോലെ വ്യക്തമായി ഉച്ചത്തില് ആരോഹണ അവരോഹണ ക്രമത്തിൽ ഭഗവാനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ഗാനം ആലപിച്ചു എന്നാണ്. ഉന്നിന്യേ ഉച്ചത്തിൽ ഉത്കൃഷ്ടമായിട്ട് പാടി എന്നാണ്. ആ സമയത്ത് പ്രിയതാ തേന സാധു സാധു ഇതി പൂജിത. പ്രിയതാ തേന, ആരവിടെ തേന? തേന കൃഷ്ണേന. കൃഷ്ണൻ എന്തായി? പ്രിയത, പ്രീതി പ്രാപിച്ചു, പ്രിയപ്പെട്ട എന്താ പറയുക, വളരെ സന്തുഷ്ടനായി എന്നർത്ഥം. ഇവളുടെ പാട്ടും അവളുടെ ഭാവവും അവളുടെ സമർപ്പണ ഭാവവും ഒക്കെ കണ്ട് തന്നെ പൂജിക്കാൻ വേണ്ടി, തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇത്രയും ഉച്ചൈസ്തരം പാടുന്നതായിട്ടുള്ള അവളുടെ ആ സംഗീത സാമർഥ്യത്തിലും അവളുടെ ഭക്തിയിലും ഭാവത്തിലും എല്ലാം ഭഗവാൻ സന്തോഷിച്ച് ഭഗവാൻ അവളോട് സാധു സാധു എന്ന് പറഞ്ഞു അല്ലേ. നല്ല നല്ല സംഗീതജ്ഞന്മാര് നല്ല കച്ചേരിയൊക്കെ നടക്കുമ്പോൾ സദസ്സിലിരിക്കുന്നവര് പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളാണെങ്കിൽ അവര് ഒപ്പം അതിന് തലയാട്ടിയും ചിരിച്ചുകൊണ്ടും കൈകൾ അടിച്ചുകൊണ്ടും ഒക്കെ അവരെ പ്രോത്സാഹിപ്പിക്കും. ബേഷ് ബേഷ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രഗത്ഭരായിട്ടുള്ളവർ അവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ആ പാടുന്നവർക്ക് എന്ത് സന്തോഷം ഉണ്ടാവും. ഇതെല്ലാം ഉറക്കം തൂങ്ങിക്കൊണ്ട് എന്താ പറയുക, ഒന്നും മനസ്സിലാവാതെ മന്ദബുദ്ധികളായിട്ടിരുന്നു കഴിഞ്ഞാൽ പാടുന്നവർ വേഗം പാട്ട് നിർത്തി അല്ലെ സ്ഥലം വിടാൻ നോക്കും. എന്നാൽ കേൾക്കുന്നവർ നന്നായിട്ട് സംഗീത ജ്ഞാനമുള്ളവരാണ്, ആസ്വദിക്കുന്നവരാണ്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എത്ര നേരം വേണമെങ്കിലും നിങ്ങൾ പാടിക്കോളൂ, ഞങ്ങളത് ആസ്വദിക്കുന്നു എന്ന ഭാവത്തിലിരിക്കുകയാണെങ്കിൽ സംഗീതജ്ഞന്മാർക്ക് പാടാൻ വളരെ സന്തോഷമാണ്. അവർ ഇടയ്ക്കിടയ്ക്ക് ഭേഷ് ഭേഷ് എന്ന് പറഞ്ഞൊന്ന് പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ അതുപോലെ ഇവിടെ ഭഗവാൻ ഈ ഗോപിയുടെ ഒരുവൾ ഉച്ചത്തിൽ നന്നായിട്ട് സ്വരവിസ്താരത്തോടെ പാടുന്നതായിട്ടുള്ള സമയത്ത് സാധു സാധുതി തേന പൂജിത, ഭഗവാനാൽ അവൾ പൂജിക്കപ്പെട്ടു. പൂജിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആദരിക്കപ്പെട്ടു, ബഹുമാനിക്കപ്പെട്ടു, അവളെ പ്രോത്സാഹിപ്പിച്ചു എന്നർത്ഥം. ഗംഭീരായിട്ടുണ്ട് കേട്ടോ, എനിക്ക് വളരെ ഇഷ്ടമായി എന്ന് ഭഗവാൻ തൻ്റെ എന്താ പറയുക സ്നേഹം പ്രകടിപ്പിച്ചു. അപ്പൊ അവൾക്ക് എത്ര സന്തോഷമായി ഉണ്ടാവും. അപ്പൊ ഒരുവളെ പ്രോത്സാഹിപ്പിച്ചപ്പോഴോ വേറൊരുവൾ ഞാനും മോശമൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് പാടാൻ തുടങ്ങി. അതാണ് തദേവ ധ്രുവം ഉന്നിന്യേ. തദേവ, അതേ രാഗങ്ങളെ തന്നെ, അതേ സംഗീതത്തെ തന്നെ ധ്രുവം ഉന്നിന്യേ. വേറൊരുവൾ വേണമെങ്കിൽ ധ്രുവം, ധ്രുവം എന്ന് പറഞ്ഞാലോ കുറച്ച് ദ്രുതഗതിയിൽ, അതിന്റെ ദ്രുതതാളത്തില് വേഗം കൂട്ടിയിട്ട്, അതിന്റെ പേസ് കൂട്ടിയിട്ട് വളരെ വേഗത്തിൽ പാടാൻ തുടങ്ങി, നല്ല രീതിയിൽ. അപ്പോ അത് കേട്ടപ്പോഴോ തസ്യൈ ബഹുമാനം മദാത്, അവൾക്കും തസ്യൈ എന്ന് പറഞ്ഞാൽ അവൾക്ക്, ആ ഗോപിക്ക് ഭഗവാൻ ബഹു അധികമായിട്ട് മാനത്തെ കൊടുത്തു. നീ ആള് മോശമില്ലല്ലോ എന്ന മട്ടില് അവളെ ഒന്നുകൂടെ പ്രോത്സാഹിപ്പിച്ചു. സാധു സാധു എന്ന് പറഞ്ഞുകൊണ്ട് അവളെയും പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയാം. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ സംഗീത പാടവം തെളിയിക്കുകയാണ്. അങ്ങനെ ഈ എന്താ പറയുക സപ്തസ്വരങ്ങളുടെ വിന്യാസ വിശേഷങ്ങളെ കൊണ്ട് ഈ ഗോപികമാര് 16,000-ഓളം രാഗങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാ പറയണത്. ആ രാഗങ്ങളാണ് ഇന്നും ഹിന്ദുസ്ഥാനിയും കർണാടക സംഗീതവും ഒക്കെ ആയിട്ട് പലരും പാടിക്കൊണ്ടിരിക്കുന്നത് ഭാരതത്തിൽ മുഴുവൻ എന്ന് പറയാം. ഈ ഗോപികമാരുടെ സംഗീതം ലോകത്തിൽ എവിടെ പോയാലും ശുദ്ധ സംഗീതത്തിൽ ഏത് ഭാഷയിലാണെങ്കിലും അത് കേൾക്കാൻ പറ്റും എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള ഈ ഗോപികമാര് മേൽപ്പത്തൂരിന്റെ ഭാഷയിൽ ആരാണ്? സാക്ഷാൽ ശ്രുതി ദേവതകൾ തന്നെ അല്ലേ, ഉപനിഷത് ദേവതകൾ തന്നെ. ഉപനിഷത് സുന്ദരീഭിഹി എന്നാണ് അവസാന പ്രത്യക്ഷ ദർശനത്തിൽ മേൽപ്പത്തൂര് പാടിയത്. അപ്പൊ അതേപോലെ ആ ഉപനിഷത് സുന്ദരികൾ അഥവാ ശ്രുതി മാതാക്കൾ തന്നെയാണ്
ഈ പാടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ഭഗവാനെ പൂജിക്കാനായിക്കൊണ്ട്, ഭഗവാനെ സന്തോഷിപ്പിക്കാനായിക്കൊണ്ട് അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്ന് പറയും. ഓരോരുത്തരും ഭഗവാനെ സന്തോഷിപ്പിക്കാൻ എന്നാലാവുന്നത് എന്താണ് എന്ന് ഓരോരുത്തരും ശ്രമിക്കുന്നുണ്ട്. നമ്മളും എന്താണ് ശ്രമിക്കേണ്ടത്? ഭഗവാനെ സന്തോഷിപ്പിക്കാൻ നമ്മളാൽ എന്താണാവുക? നമുക്ക് പാട്ട് പാടാനൊന്നും അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? പാടുന്നവരെ പ്രോത്സാഹിപ്പിക്കാം, പാടുന്നവർക്ക് പാട്ട് പഠിക്കാനുള്ള സഹായം ചെയ്യാം, അല്ലേ? നല്ല കുട്ടികൾ, നല്ല വാസനയുള്ള കുട്ടികളുണ്ടാവും. അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവില്ല, സാമ്പത്തികം ഉണ്ടാവില്ല. അപ്പോൾ അവരെ പഠിപ്പിച്ചാൽ അതും ഒരു ആരാധനയാണ്, ഭഗവാനുള്ള ആരാധനയാണ്. അവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് സാമ്പത്തിക സഹായം ചെയ്ത്, കുട്ടി പോയിട്ട് ഇന്ന പണ്ഡിതനായിട്ടുള്ള സംഗീതജ്ഞനിൽ നിന്ന് കുറച്ച് സംഗീതം പഠിക്കൂ, അപ്പോൾ ആ കുട്ടിയുടെ കഴിവുകളൊക്കെ ഒന്നുകൂടെ നല്ലതുപോലെ പ്രകാശിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിപ്പിക്കാൻ കഴിയട്ടെ. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേറെ ഏതു തരത്തിലാണോ സേവനം ചെയ്യാൻ പറ്റുക, അതൊക്കെ ഭഗവാനുള്ള പൂജ തന്നെയാണ്. അപ്പൊ നമുക്ക് പറ്റുന്നത് എന്താണ്, ഏത് രംഗത്താണ്, ആ രംഗത്ത് നമുക്ക് നമ്മുടെ കഴിവുകളെ ഭഗവാന് വേണ്ടി സമർപ്പിക്കാം എന്നർത്ഥം. അതാണ് ഇവിടെയും ഓരോ ഗോപികമാരും മത്സരിക്കുന്നതിന്റെ താല്പര്യം. ഓരോരുത്തരും അവരുടെ കഴിവുകളെ ഈശ്വര ആരാധനയ്ക്ക് ഉപയോഗിച്ചു എന്നർത്ഥം. ഇപ്പൊ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവങ്ങളിലൊക്കെ പല തരത്തിലുള്ള കലാകാരന്മാർ വന്നിട്ട് അവരുടെ കലകൾ ഭഗവാന്റെ മുമ്പിൽ അവതരിപ്പിക്കും. അവർ വളരെയധികം എന്താ പറയുക, ശ്രമിച്ച് ആത്മാർത്ഥമായിട്ട് ഓരോരുത്തരും അവരവരുടെ കഴിവുകളെ, പഞ്ചവാദ്യക്കാരാണെങ്കിൽ അവരുടെ രീതിയിൽ, അല്ലെ, മറ്റ് കൊട്ടുകാരാണെങ്കിൽ അവരവരുടെ രീതിയിൽ, പലതരത്തിലുള്ളതായിട്ടുള്ള വേഷം കെട്ടി കളിക്കുന്നവരാണെങ്കിൽ ഓരോരുത്തരും അവരവരുടെ രീതിയിൽ, ഇങ്ങനെ ഓരോരുത്തരും ആ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവരവരുടെ കലകളെ ഉപയോഗിക്കുന്നു. അപ്പൊ അതിന്റെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു അവതരണമാണ് ഇവിടെ ഗോപികമാർ തമ്മിലുള്ള ഈ ഒരു ചെറിയ ഒരു നല്ല മത്സര രീതിയിൽ, ആരോഗ്യകരമായ മത്സര രീതിയിൽ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ അവർ ഗാനം ചെയ്യുന്നത്. കാചിത് സമം മുകുന്ദേന സ്വരജാതീരമിശ്രിതാഃ ഉന്നിന്യേ പൂജിതാ തേന പ്രിയതാ സാധു സാധ്വിതി തദേവ ധ്രുവമുന്നിന്യേ തസ്യൈ മാനം ച ബഹ്വദാത്. കാചിത് രാസപരിശ്രാന്താ പാർശ്വസ്തസ്യ ഗദാവൃതഃ ജഗ്രാഹ ബാഹുനാ സ്കന്ദം ശ്ലതദ്വലയമല്ലികാ. കാചിത് രാസപരിശ്രാന്താ പാർശ്വസ്തസ്യ ഗദാവൃതഃ ജഗ്രാഹ ബാഹുനാ സ്കന്ദം ശ്ലതദ്വലയമല്ലികാ. അപ്പൊ കാചിത് വേറൊരുവൾ, രാസപരിശ്രാന്ത ഇത്രയും നേരം നൃത്തം ചെയ്ത് ക്ഷീണിച്ചവളായിട്ട്, കുറെ നേരം കളിച്ചു കഴിയുമ്പോൾ ക്ഷീണിക്കുമല്ലോ, അതാണ് രാസപരിശ്രാന്ത, നാട്യം കൊണ്ട് ക്ഷീണിച്ചവളായിട്ട്, ശ്ലതദ് വലയമല്ലിക, അവളുടെ വലയങ്ങളും മല്ലികയുമെല്ലാം ശ്ലതിക്കുക എന്ന് പറഞ്ഞാൽ ഊർന്നു വീഴുക. അപ്പൊ അവളുടെ തലയിൽ ചൂടിയിരിക്കുന്ന, മുടിയിൽ ചൂടിയിരിക്കുന്ന പൂക്കളെല്ലാം കൊഴിഞ്ഞു വീഴാൻ തുടങ്ങി. അവളുടെ തലമുടിക്കെട്ടെല്ലാം പതുക്കെ അഴിഞ്ഞു തുടങ്ങി. നന്നായി ബന്ധിച്ചിരുന്നു, പക്ഷെ ഇപ്പൊ അത്രയും നേരം കളിച്ചതിന്റെ ശ്രമഫലമായിട്ട് അവളുടെ തലമുടിയൊക്കെ അഴിഞ്ഞു തുടങ്ങി. അവളുടെ തലയിലെ മല്ലികപ്പൂക്കളെല്ലാം വീഴാൻ തുടങ്ങി. അതുപോലെ അവളുടെ വലയങ്ങൾ എന്ന് പറഞ്ഞാല് കൈകളിൽ ധരിച്ചിരിക്കുന്ന വളകളും മറ്റുമൊക്കെ ഊരി വീഴാൻ തുടങ്ങി. അന്നത്തെ ഇത്തിരി ഒന്ന് ക്ഷീണിച്ചു, അല്ലേ? നന്നായി കളിച്ചപ്പം ശരീരമൊന്നും മെലിഞ്ഞതുപോലെ അവളുടെ കയ്യിലുള്ള വളകളും മറ്റുമൊക്കെ ഊരി വീഴാൻ തുടങ്ങി. അതാണ് ശ്ലതദ് വലയമല്ലിക. അങ്ങനെ അവള് ബാഹുന പാർശ്വസ്തസ്യ ഗദാവൃതഃ സ്കന്ദം ജഗ്രാഹ. ബാഹുന അവളുടെ കൈകൾ കൊണ്ട് എന്ത് ചെയ്തു? പാർശ്വസ്തസ്യ തന്റെ സമീപത്ത് നിൽക്കുന്ന, തന്റെ വശത്ത് നിൽക്കുന്നവനായ ഗദാവൃതഃ. ഗദാവൃത്ത് എന്നുള്ളത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പര്യായം, ഗദയെ ധരിച്ചിരിക്കുന്നവൻ. അപ്പൊ ഗദാവൃതഃ സ്കന്ദം ജഗ്രാഹ, ഭഗവാന്റെ തോളിനെ ഗ്രഹിച്ചു. തന്റെ കൈകൊണ്ട് ഭഗവാന്റെ തോളിൽ കൈയിട്ടു. അപ്പൊ എന്താ? തന്റെ ക്ഷീണം തീർക്കാനായിട്ട് ഒരു താങ്ങ്. വള്ളികൾ വൃക്ഷങ്ങളുടെ കൊമ്പിലേക്ക്, അല്ലെ, പടർന്നു കയറും പോലെ ഈ ഗോപിക വളരെയധികം ആവേശത്തോടെ നൃത്തം ചെയ്തതോടുകൂടി ക്ഷീണിച്ചപ്പോ അവൾക്ക് നിൽക്കാൻ പോലും വയ്യാത്ത പോലെ ആയിട്ടുള്ള അവസ്ഥയായി എന്ന് ഭാവിച്ചുകൊണ്ട്
അവള് തൻ്റെ ക്ഷീണം ഭഗവാന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് തീർക്കുകയാണ്. വിശ്രമിക്കും പോലെ ഭഗവാന്റെ തോളിലേക്ക് ചായുകയാണ് എന്നർത്ഥം. അപ്പോൾ അവളുടെ മുഖം ഭഗവാന്റെ അടുത്തേക്ക് ചരിച്ചുകൊണ്ട്, അപ്പോൾ അവൾ സാക്ഷാൽ സ്വാധീന ഭർതൃകയായ രാധ ആണെന്ന് മഹാത്മാക്കൾ പറയുന്നു. അപ്പോൾ രാധാദേവി ഭഗവാനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭഗവാന്റെ തോളിൽ തല ചായ്ച്ചു എന്നർത്ഥം. കാചിത് രാസപരിശ്രാന്ത പാർശ്വസ്തസ്യ ഗദാമൃതഃ ജഗ്രാഹ ബാഹുനാ സ്കന്ദം സ്ലതദ്വലയമല്ലികാം തത്രൈകാം സഗതം ബാഹും കൃഷ്ണസ്യോത്പലസൗരഭം ചന്ദനാലിപ്തമഗ്രായ ഹൃഷ്ടരോമാചുചുംബഃ തത്രൈകാം സഗതം ബാഹും കൃഷ്ണസ്യോത്പലസൗരഭം ചന്ദനാലിപ്തമഗ്രായ ഹൃഷ്ടരോമാചുചുംബഃ. തത്ര ആ സമയത്ത് വേറൊരുവൾ അപ്പോൾ മറ്റൊരുവൾ അംസഗതം ബാഹും കൃഷ്ണസ്യ ഉത്പലസൗരഭം. കൃഷ്ണസ്യ ഉത്പലസൗരഭം ബാഹു, അത് തൻ്റെ അംസഗതം. ഭഗവാൻ തൻ്റെ കയ്യ് മറ്റൊരുവളുടെ തോളിലിട്ടിട്ടുണ്ട്. അംസം എന്നാൽ തോള്. അപ്പൊ തൻ്റെ അംസത്തിൽ ഗമിച്ചിരിക്കുന്ന കൃഷ്ണസ്യ ബാഹും, അതെങ്ങനെയുള്ളത്? ഉൽപ്പല സൗരഭം. ഭഗവാന്റെ ശരീരം മുഴുവൻ എപ്പോഴും പത്മഗന്ധമാണ്. ഉൽപ്പലം താമര. അപ്പൊ താമരയുടെ ഗന്ധമുള്ളതാണ് ഭഗവാന്റെ ശരീരം. ഭഗവാന്റെ കൈകളൊക്കെ എപ്പോഴും താമര ഗന്ധമാണ്. അതിന് പ്രത്യേക സുഗന്ധദ്രവ്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അതിന്റെ സ്വാഭാവിക ഗന്ധമാണ്. അതിന്റെ പുറമെ ചന്ദനാലിപ്തം, ഭഗവാൻ സുഗന്ധദ്രവ്യങ്ങൾ ഒന്നുകൂടെ പൂശിയിട്ടുണ്ട്. ചന്ദനം മുതലായതൊക്കെ ആലിപ്തം, ആലേപനം ചെയ്തിട്ടുണ്ട്. അപ്പോ സുരഭിലമായിട്ടുള്ള അല്ലെ ഭഗവാന്റെ ആ കൈകള്, സൗരഭ്യമേറിയതായിട്ടുള്ള കൈകളെ ആ ഗോപി തന്റെ തോളിൽ നിന്നെടുത്ത് ആഗ്രായ നല്ലോണം മണത്തു. ഭഗവാന്റെ കൈയിനെ ഒന്ന് നല്ലോണം ഗ്രാണിച്ചു. അതിന്റെ സുന്ദരമായിട്ടുള്ള, അതിന്റെ മനോഹരമായിട്ടുള്ള ഗന്ധം ഒന്ന് ആഗ്രായ അങ്ങനെ ഗ്രാണിച്ചപ്പോഴോ ഹൃഷ്ടരോമ, അവള് ശരീരം മുഴുവൻ രോമാഞ്ച പുളകിതയായി. അപ്പൊ ഏതൊരു ആനന്ദമാണ് അവൾ അനുഭവിച്ചിട്ടുണ്ടാവുക. ആ ഭഗവാന്റെ ആ ഗന്ധം അല്ലേ, ഈ ലോകത്തിലുള്ള സകല വിഷയസുഖങ്ങളും ഈ ഭഗവാനാകുന്ന ആനന്ദ സ്വരൂപന്റെ ലേശത എന്നാണ് വേദാന്ത ശാസ്ത്രങ്ങൾ പറയുന്നത്. മനീഷാ പഞ്ചകത്തിൽ ഒരു ശ്ലോകമുണ്ട്. എന്താ പെട്ടെന്ന് വരുന്നില്ല. ലേശലേശ തൈമേ ബ്രഹ്മാദയോ നിർവൃതാഹ എന്ന് വരുന്നതായിട്ടുള്ള വരികളാണ്. ഏതൊരു ബ്രഹ്മാനന്ദത്തിന്റെ ലേശത്തിൽ നിന്നാണ് ബ്രഹ്മാദി ദേവകൾ പോലും നിർവൃതരായിരിക്കുന്നത്. അപ്പൊ ആ ഒരു ആനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ ആ ഗന്ധം മതി വലിയ ആനന്ദം അനുഭവിക്കാൻ. ഇവിടെ ഈ ഗോപിക ഭഗവാന്റെ ആ കയ്യിനെ പിടിച്ച് മണത്തിട്ട് ഗ്രാണിച്ചിട്ട് അവൾ എന്തെന്നില്ലാത്തൊരു രോമാഞ്ചാവസ്ഥയെ പ്രാപിച്ചു. ഒരു എന്താ പറയുക, ആ ബ്രഹ്മസാക്ഷാത്കാരം പോലെയുള്ള ഒരു അനുഭവത്തെ, ഒരു ആനന്ദത്തെ, ബ്രഹ്മാനന്ദത്തെ അനുഭവിക്കുന്നത് പോലെ ഹൃഷ്ടരോമ. അപ്പൊ അവളുടെ ആ ഒരു ആഹ്ലാദം പ്രകടിപ്പിക്കുന്നത് യാതൊരു ദേഹബോധവും ഒന്നുമില്ലാതെ, താൻ എവിടെയാണ് നിൽക്കുന്നത് എന്നൊന്നും ചിന്തിക്കാതെ, ആരൊക്കെ കാണുന്നുണ്ട് എന്ന് പോലും ചിന്തിക്കാതെ ചുചുംബ ഹാ എന്ന് ഇവിടെ ഋഷി പറയണം. ചുംബനം ചെയ്തു. ഈ ചുംബനമൊക്കെ സാധാരണ ലൗകികമായിട്ടുള്ള ഒരു രീതിയിലല്ല, ഒരു ആനന്ദത്തിന്റെ ഒരു പ്രകടനമായിട്ടാണ്. യത് സൗഖ്യാംബുധിലേശലേശ തൈമേ എന്നാണ്. സൗഖ്യ ബുദ്ധിയല്ല, സൗഖ്യാംബുധി. സൗഖ്യ അംബുധി. യത് സൗഖ്യാംബുധിലേശലേശ തൈമേ ശക്രാദയോ നിർവൃതാഹ എന്ന് മനീഷാ പച്ചകം. അതെ, സൗഖ്യാംബുധി ലേശലേശത. താങ്ക് യു ഓർമ്മിപ്പിച്ചതിന്.
അപ്പോൾ ഇന്ദ്രാദികളും ബ്രഹ്മാദികളും എല്ലാ ദേവന്മാരും ഏതൊരു ഭഗവാന്റെ ആനന്ദത്തിന്റെ ലേശലേശത്തിൽ നിന്നാണ് നിർവൃതിയെ പ്രാപിക്കുന്നത് എന്ന് പറയും പോലെ ഇവിടെ ഈ ഗോപിക ഭഗവാന്റെ ആ ഗന്ധം കൊണ്ട് നിർവൃതിയെ പ്രാപിച്ച് ഹൃഷ്ടരോമയായി ഭഗവാനെ തൻ്റെ ആ ഒരു ആനന്ദ പ്രകടനമായിട്ട് തൻ്റെ ആ ഒരു എക്സാൾട്ടഡ് അല്ലെങ്കിൽ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഭാവത്തിൽ നിന്നുകൊണ്ട് ഭഗവാനെ ചുംബിച്ചു. ഹാ എന്ന് ശ്രീശുഖ ബ്രഹ്മർഷി പോലും ആശ്ചര്യം, അത്ഭുതം എന്നുള്ള രീതിയിൽ. കാരണം ദേവന്മാരും മറ്റുമൊക്കെ ആകാശത്ത് നോക്കി നിൽപ്പുണ്ട്. അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. അവർക്ക് ദേഹാഭിമാനമൊക്കെ പോയി, ലോകബോധമേ പോയി, ബാഹ്യബോധമേ ഇല്ല. ആ ഒരു അവസ്ഥയിലേക്ക് അവര് ഉയർന്നു എന്ന് സൂചിപ്പിക്കാനാണ് ആ ഹ എന്നുള്ളതായിട്ടുള്ള എന്തൊരു ഭാഗ്യം ആ ഗോപികയുടെ, അവൾ പ്രാപിച്ചതായിട്ടുള്ള ഒരു അവസ്ഥ. അതെന്തൊരവസ്ഥയാണ്! അത് യോഗീശ്വരന്മാർ അവരുടെ ധ്യാനാവസ്ഥയിൽ പ്രാപിക്കുന്ന സമാധിയേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളൊരു ഭാവമാണ് അവർ പ്രാപിച്ചിരിക്കുന്നത് എന്നും കൂടി സൂചിപ്പിക്കാനാണ് ആ. അപ്പൊ തത്രൈകാം സഗതം ബാഹും കൃഷ്ണസ്യോത്പല സൗരഭം ചന്ദനാലിത്തമഗ്രായ ഹൃഷ്ടരോമാചുചുംബ. അപ്പോൾ ഇവൾ ശ്യാമ എന്ന പേരുള്ള ഒരുവളാണെന്ന് മഹാത്മാക്കൾ വ്യാഖ്യാനിക്കുന്നു. കസ്യാശ്ചിത് നാട്യവിക്ഷിപ്ത കുണ്ടലത്വിഷമണ്ഡിതം ഗണ്ഡം ഗണ്ഡേ സന്ദധത്യ അദാ താംബൂലചർവിതം. കസ്യാശ്ചിത് നാട്യവിക്ഷിപ്ത കുണ്ടലത്വിഷമണ്ഡിതം ഗണ്ഡം ഗണ്ഡേ സന്ദധത്യ അദാ താംബൂലചർവിതം. ഇവിടെ വേറൊരു കസ്യാശ്ചിത്, കസ്യാഹ പറഞ്ഞാല് ഒരുത്തിക്ക് എന്നാണ്. അപ്പൊ ഏതോ ഒരുവൾ എന്ത് ചെയ്തു? നാട്യവിക്ഷിപ്ത കുണ്ടലത്വിഷമണ്ഡിതം ഗണ്ഡം ഗണ്ഡേ സന്തതത്യാഹ. ഭഗവാന്റെ ഗണ്ഡത്തിൽ തന്റെ ഗണ്ഡത്തെ സന്താനം ചെയ്തു, ചേർത്ത് വെച്ചു എന്നർത്ഥം. അപ്പൊ അവളുടെ കവിളുകളെ ഭഗവാന്റെ കവിളുകളോട് ചേർത്ത് വെച്ചു. അവളുടെ കവിൾ എങ്ങനെയുള്ളത്? നാട്യവിക്ഷിപ്ത കുണ്ടലത്വിഷമണ്ഡിതം. നാട്യം, അവൾ ഇത്ര നേരം കളിച്ചതിന്റെ ആ വിക്ഷേപിക്കുന്നത് ഇളകുന്നതായിട്ടുള്ള കുണ്ടലങ്ങൾ, അതിന്റെ കാന്തി കൊണ്ട് അലങ്കരിക്കപ്പെട്ട് അവളുടെ കവിൾത്തടം. അപ്പൊ മിന്നുന്നതായിട്ടുള്ള കുണ്ടലങ്ങൾ പ്രതിഫലിക്കുന്നതായിട്ടുള്ള മിന്നുന്ന കവിൾത്തടം, ആ മൃദുവായ മിന്നുന്നതായിട്ടുള്ള ആഭരണങ്ങളുടെ ആ എന്താ പറയുക, കുണ്ടലത്തിന്റെ ശോഭയോട് കൂടിയതായിട്ടുള്ള അവളുടെ കവിൾത്തടത്തെ ഭഗവാന്റെ ഗണ്ഡത്തിലേക്ക് ഗണ്ഡേ സന്തതത്യാഹ. ഗണ്ഡം എന്ന് പറഞ്ഞാൽ കന്നം തന്നെയാണ് അല്ലെ? ഗണ്ഡം എന്ന സംസ്കൃതം തമിഴിൽ കന്നം ആയി. കവിളിനെ കന്നം എന്ന് നമ്മൾ മലയാളികൾ പറയും അല്ലെ? കന്നത്തിൽ മുത്തമിട്ടാൽ, കന്നത്തിലാണ് മുത്തോടേണ്ടത്. അപ്പൊ എന്തായാലും അവള് ഗണ്ഡത്തിൽ ചേർത്ത് വെച്ച് താമ്പൂല ചർവിതം അതാത്. ഭഗവാൻ എന്ത് ചെയ്തു? അവൾക്ക് വലിയൊരു അനുഗ്രഹം കൊടുത്തു. ഭഗവാന്റെ താമ്പൂല ചർവിതം അതാത്, ആരുമറിയാതെ അവൾ അത് സാധിച്ചെടുത്തു. ഭഗവാന്റെ കവളിനോട് തന്റെ കവളിനെ ചേർക്കുന്ന ഭാവത്തിൽ ഒന്ന് ചേർത്തേ ഉള്ളൂ. ഭഗവാൻ വേഗം അവളെ അനുഗ്രഹിച്ചത് തന്റെ മുഖത്തുണ്ടായിരുന്ന, തന്റെ വായിലുണ്ടായിരുന്നതായിട്ടുള്ള താമ്പൂല ചർവിതത്തെ പ്രസാദമായിട്ട് അവൾക്ക് കൊടുത്തു. യഥാർത്ഥത്തിൽ ഈശ്വരന് നമ്മൾ താമ്പൂല സമർപ്പണം ചെയ്യുന്നത് അത് തിരിച്ച് നമുക്ക് പ്രസാദമായി വിദ്യയായി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? താമ്പൂല ചർവണം എന്നുള്ളത് മുഖത്തിന്റെ അലങ്കാരമാണ്, മുഖത്തിന്റെ സൗരഭ്യമാണ്. അപ്പൊ ഈശ്വരന്റെ മുഖത്തു നിന്നുള്ള സൗരഭ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു ഭഗവാന്റെ വാക്കുകളാണോ വേദങ്ങളായി ഭവിച്ചിരിക്കുന്നത്, ഏതൊരു ഭഗവാന്റെ മുഖത്തു നിന്നാണോ സകലവിധ വിദ്യകളും ഉണ്ടായിരിക്കുന്നത്, ആ വിദ്യാസ്വരൂപനായ ഭഗവാന്റെ മുഖത്തു നിന്നുള്ള താമ്പൂല പ്രസാദം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ബ്രഹ്മാനന്ദം വേറെ ഉണ്ടോ? ആ പരമാനന്ദത്തെയാണ് ഭഗവാൻ അറിവിലൂടെ പകർന്നു കൊടുക്കുന്നത്. ഈ താമ്പൂല ചർവണം എന്നുള്ളത് അറിവിന്റെ പ്രതീകമാണ്. സരസ്വതീ ഭക്തരായിട്ടുള്ള, സരസ്വതീ ഉപാസകരായിട്ടുള്ള
ദേവീ ഉപാസകരായിട്ടുള്ളവരെല്ലാവരും താമ്പൂല ചർവണം ചെയ്യും. അതാ ദേവിക്ക് സമർപ്പിച്ചതായിട്ടുള്ള താമ്പൂലത്തെ അവർ ദേവിയുടെ തന്നെ പ്രസാദമായി സ്വീകരിക്കുന്നു. അപ്പോൾ എന്താണ് ഉള്ള ഒരു ഭാഗ്യ വിശേഷം എന്ന് തന്നെ പറയാം. ഭഗവാന്റെ താമ്പൂല ചർവണം അവൾക്ക് പകർന്നു കിട്ടി എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണോ ഭഗവാൻ ആ ധ്രുവന്റെ കവിൾത്തടത്തിൽ തൻ്റെ പാഞ്ചജന്യമെന്ന ബ്രഹ്മസ്വരൂപമായ വേദസ്വരൂപമായ ശംഖം കൊണ്ട് തലോടിയപ്പോൾ ആ ധ്രുവന് സകല ശാസ്ത്രങ്ങളും തൻ്റെ ഉള്ളിൽ പ്രകാശിച്ചത്, അതുപോലെ എന്ന് കരുതണം. ഭഗവാന്റെ താമ്പൂല ചർവണം തൻ്റെ വായിലേക്ക് കിട്ടിയതോടുകൂടി ഭഗവാനിൽ നിന്ന് ആ അറിവ്, ബ്രഹ്മവിദ്യ അത് പകർന്നു കിട്ടിയതായിട്ട് ഭാവിക്കണം. ആ ഒരു ആനന്ദം, ബ്രഹ്മാനന്ദം അവൾ അനുഭവിച്ചു, ആ ഗോപി അനുഭവിച്ചു എന്നർത്ഥം. ഏറ്റവും രഹസ്യമായിരിക്കുന്ന ആ സർവ വിദ്യകളെയും ശാസ്ത്രങ്ങളുടെയും സാരമായിട്ടുള്ള, അതിൽ നിന്നെല്ലാം നേടേണ്ടതായിട്ടുള്ള ആനന്ദത്തെ ഈ താമ്പൂല ചർവണത്തിലൂടെ അവൾ നേടിയെടുത്തു. ഭാഗ്യവതി എന്നേ പറയാനുള്ളൂ. കസ്യാശ്ചിത് നാട്യവിക്ഷിപ്ത കുണ്ടലത്വിഷമണ്ഡിതം ഗണ്ഡം ഗണ്ഡേ സന്തദത്യാഹ അദാ താമ്പൂലചർവിതം. നമ്മളൊക്കെ ഭഗവാന് പ്രസാദം നിവേദ്യമായി നേദിച്ച് ആ പ്രസാദം നമ്മൾ സ്വീകരിച്ച് വലിയ അനുഗ്രഹമായി അനുഭവിക്കുന്നു. ഇവിടെ നേരിട്ട് ഭഗവാന്റെ വായിൽ നിന്ന് തന്നെ ആ പ്രസാദം സ്വീകരിച്ചവളോ എത്ര ഭാഗ്യവതിയാണ്, ചിന്തിക്കുക. നൃത്യന്തി ഗായതി കാചിത് കൂചന്നൂപുരമേഖല പാർശ്വസ്ഥാച്യുതഹസ്താബ്ജം ശ്രാന്താധാസ്തനയോ ശിവം. നൃത്യന്തി ഗായതി കാചിത് കൂചന്നൂപുരമേഖല പാർശ്വസ്ഥാച്യുതഹസ്താബ്ജം ശ്രാന്താധാസ്തനയോ ശിവം. ഗോപികയുടെ നാമം എല്ലായിടത്തും പ്രതീക്ഷിക്കേണ്ട, ചിലയിടത്തൊക്കെ സൂചിപ്പിക്കും, ഓർമ്മ വരുന്നത് സൂചിപ്പിക്കും. അത് വലിയ കാര്യമില്ല. അതൊക്കെ ഓരോ കവികളുടെ വ്യാഖ്യാതാക്കളുടെയൊക്കെ ഭാവനയാണ്. നാരായണ. നൃത്യന്തി ഗായതി കാചിത് കൂചന്നൂപുരമേഖല പാർശ്വസ്ഥാച്യുതഹസ്താബ്ജം ശ്രാന്താധാസ്തനയോ ശിവം. നൃത്യന്തി ഗായതി കൂചന്നൂപുരമേഖല കാചിത് ശ്രാന്ത. വേറെ ഒരുവളും കുറെ നേരം കളിച്ചു കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചു, ശ്രാന്ത എന്നാൽ ശ്രമം ബാധിച്ചവളായി. നൃത്യന്തി ഇത്ര നേരം നൃത്തം ചെയ്യുന്നു, ഗായതി ഉച്ചത്തിൽ ഗാനം ചെയ്തു, കൂചം നൂപുരമേഖല അവളുടെ ശരീരത്തില് നൂപുരമണിഞ്ഞിട്ടുണ്ട്, കാലിൽ പാദസരം, അതുപോലെ മേഖല എന്ന് പറഞ്ഞാൽ അരഞ്ഞാണം, അതെല്ലാം ശബ്ദിക്കുന്നുണ്ട്. ഇത്രയും നേരം കളിച്ചതിന്റെ ഫലമായിട്ട് അവളുടെ പാദസരങ്ങളും അവളുടെ അരഞ്ഞാണവും എല്ലാം നല്ലോണം കിലുങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ക്ഷീണിച്ചവളായ ശ്രാന്ത കാചിത് ശിവം പാർശ്വസ്ഥ അച്യുതഹസ്താബ്ജം സ്തനയോഹോ അദാത്. ശിവം അതിസുഖകരമായ മംഗളസ്വരൂപമായ ബ്രഹ്മാനന്ദദായകമായിട്ടുള്ള ആ ഭഗവാന്റെ അബ്ജം, ഹസ്താബ്ജം, കരകമലം, പാർശ്വസ്ഥ അച്യുത ഹസ്താബ്ജം, തന്റെ സമീപത്ത് നിൽക്കുന്ന അച്യുതൻ, ഇവിടെ അച്യുതൻ എന്നാണ് പറയുന്ന പേര്. ഇതൊക്കെ ചേഷ്ടിക്കുമ്പോഴും ഭഗവാന് വല്ല ച്യുതിയുണ്ടോ? ഭഗവാന് വല്ല ഇന്ദ്രിയ വിക്ഷോഭമുണ്ടോ? വല്ല സ്ഖലനവുമുണ്ടോ? സ്വരൂപത്തിൽ നിന്ന് വല്ല ഇളക്കമുണ്ടോ? വല്ല മായയും ബാധിക്കുന്നുണ്ടോ? അവരെയൊക്കെ ഇഷ്ടം പോലെ കളിക്കാൻ വിട്ട് അവരെയൊക്കെ സന്തോഷിപ്പിച്ച് അവരെയൊക്കെ അനുഗ്രഹിക്കുമ്പോഴും ഭഗവാൻ ഇപ്പോഴും അച്യുതനായിട്ടായിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരിക്കലും സ്വരൂപ വിസ്മൃതി ഇല്ല. അങ്ങനെയുള്ള പാർശ്വസ്ഥ അച്യുതന്റെ ഹസ്താബ്ജത്തെ, കരകമലത്തെ
അതിമനോഹരമായ ശിവമായ സുഖകരമായ ഭഗവാന്റെ ആ കൈയിനെ സ്തനയോഹോ അതാത് 2 സ്തനങ്ങളോടും ചേർത്ത് ധരിച്ചു. അവൾ ഭഗവാന്റെ കയ്യിനെ പിടിച്ച് തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചു എന്നർത്ഥം. ആ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. അതിലൂടെ അവൾക്ക് എന്തെന്നില്ലാത്ത നിർവൃതി ഉണ്ടായി എന്നർത്ഥം. ഭഗവാന്റെ കൈകൾക്ക് എന്തിനാണ് അല്ലെ സാമർഥ്യമില്ലാത്തത്? ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്നതായിട്ടുള്ള, എല്ലാവർക്കും അഭയം കൊടുക്കുന്നതായിട്ടുള്ള കൈകൾ, ആ പ്രഹ്ലാദനെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ച ആ കൈകൾ, ആ പ്രഹ്ലാദന് തൻ്റെ ശിരസിൽ ഭഗവാൻ കൈകൾ വെച്ചതോടുകൂടി എന്തുണ്ടായി? എല്ലാ അസുര സ്വഭാവവും മാറി ഭഗവത് സ്വരൂപത്തെക്കുറിച്ചിട്ടുള്ള ജ്ഞാനമുണ്ടായി. അതിഗംഭീരമായിട്ടൊരു സ്തുതിച്ചു. ലോകത്തിന് മുഴുവൻ അഭയം കൊടുക്കുന്നതാണ് ആ ഭഗവാന്റെ കൈകൾ. ആ കൈകളുടെ സ്പർശം എല്ലാ ജ്ഞാനത്തെയും ജനിപ്പിക്കുന്നതാണ്. അതിനെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. അഥവാ തൻ്റെ മാറുകൾ 2 മാറിലും നല്ലോണം പിടിച്ച് ധരിച്ചു എന്നർത്ഥം. അവൾ അങ്ങനെയാണ് നിർവൃതിയെ പ്രാപിച്ചത് ആ ഗോപി. അപ്പോ നൃത്യന്തീ ഗായതീ കാചിത് കൂചന്നൂപുരമേഖല പാർശ്വസ്ഥാച്യുതഹസ്താബ്ജം ശ്രാന്താദാസ്തനയോ ശിവം. ഗോപ്യോ ലബ്ധ്വാച്യുതം കാന്തം ശ്രിയം ഏകാന്തവല്ലഭം ഗൃഹീതകണ്ഠ്യസ്തദ്ദോർഭ്യാം ഗായന്ത്യസ്തം വിജഹ്രിരേ. ഗോപ്യോ ലബ്ധ്വാച്യുതം കാന്തം ശ്രിയ ഏകാന്തവല്ലഭം ഗൃഹീതകണ്ഠ്യഃ തദ്ദോർഭ്യാം ഗായന്ത്യഃ തം വിജഹ്രിരേ. ആ ഗോപികള് വിഹരിച്ചു എന്ന് പറയുന്നത്. ഗോപ്യ വിജഹ്രിരേ, ഗോപികമാർ വിഹരിച്ചു. എങ്ങനെ ചെയ്തുകൊണ്ട്? ഗായന്ത്യഃ, ഗാനം ചെയ്യുന്നവരായി. തം ഗൃഹീതകണ്ഠ്യഃ, ആ ഭഗവാനെ തോളിൽ കണ്ടത്തിൽ കൈയിട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഭഗവാനാൽ ഗ്രഹിക്കപ്പെട്ട കണ്ടത്തോടു കൂടിയവരായിട്ട് എന്നൊക്കെ അർത്ഥം. അപ്പൊ എങ്ങനെയുള്ളതാണ് ഭഗവാൻ? ആരാണ്? ശ്രിയഃ ഏകാന്തവല്ലഭം അച്യുതം കാന്തം ലബ്ധ്വ. ശ്രിയഃ ലക്ഷ്മീദേവിയുടെ, ശ്രീദേവിയുടെ ഏകാന്തവല്ലഭം, അത്യന്ത പ്രിയനായിരിക്കുന്നവൻ അല്ലേ? ആ ലക്ഷ്മീദേവി ലോകം മുഴുവൻ തന്നെ കാംക്ഷിക്കുമ്പോഴും എല്ലാവരും തൻ്റെ അനുഗ്രഹത്തിനായിക്കൊണ്ട്, തൻ്റെ പാണിഗ്രഹണത്തിനായിക്കൊണ്ട് കൊതിച്ചുകൊണ്ട് തലയും നീട്ടിക്കൊണ്ട് തൻ്റെ വർണ്ണമാല്യം ആരുടെ കഴുത്തിലിടും എന്ന് എല്ലാവരും കൊതിയോടുകൂടി വന്നപ്പോഴും ലക്ഷ്മീദേവി അവരെല്ലാം ഉപേക്ഷിച്ച് ആരുടെ കഴുത്തിലാണോ വർണ്ണമാല്യം ധരിച്ചത്, ആരെ ചേർന്നിരിക്കാനാണോ ലക്ഷ്മീദേവി എപ്പോഴും കൊതിക്കുന്നത്, ആ ലക്ഷ്മീദേവിയുടെ അംശമായ രുക്മിണീദേവി പോലും എന്തുകൊണ്ട് ആ കുചേലന്റെ 2ാമത്തെ പിടി അവിൽ ഭഗവാൻ ഭക്ഷിക്കുന്നത് തടഞ്ഞു? അല്ലേ? തൽപരാ പരമേഷ്ടിനഃ എന്ന് അവിടെ പറയുന്നുണ്ട്. പരമേഷ്ടിയായ, ഏറ്റവും ഉത്തമ സ്ഥാനത്തിരിക്കുന്ന ആ ഭഗവാനോടുള്ള തൽപരയായിട്ട് എന്ന് പറയാം. ഭഗവാനെ പിരിയാൻ മനസ്സില്ലാത്തതുകൊണ്ട് അനപായിനിയായ ആ ലക്ഷ്മീദേവി, അതാണ് ആ ലക്ഷ്മിക്ക് ഏറ്റവും പ്രിയനായിട്ടുള്ളവൻ. ഏകാന്തവല്ലഭം, ശ്രിയഃ ഏകാന്തവല്ലഭം അച്യുതം, ആ സ്വരൂപ ച്യുതി ഒരിക്കലുമില്ലാത്ത സച്ചിദാനന്ദ സ്വരൂപനായി തന്നെ തന്റെ സുഖത്തിന് വേണ്ടി ആരെയും അപേക്ഷിക്കാത്തവനായിട്ടുള്ള ആ ഭഗവാനെ കാന്തം ലബ്ധ്വ, കാന്തനായി പ്രിയനായി ലഭിച്ച് ഭർത്താവായി ലഭിച്ച് ആ ഒരു ഗോപി തദ്ദോർഭ്യാം ഗൃഹീതകണ്ഠ്യ, അവിടെ ഒരു ഗോപിയല്ല, കണ്ഠ്യ എന്ന് പറയുമ്പോൾ അനേകർ എന്ന് പറയും. ആ ഭഗവാന്റെ കൈകളാൽ കണ്ടത്തിൽ ഗ്രഹിക്കപ്പെട്ടവരായിട്ട്, തോളിൽ കൈയിട്ട് കണ്ടത്തിൽ ഗ്രഹിക്കപ്പെട്ടവരായിട്ട്, തം ഗായന്ത്യ, അവനെക്കുറിച്ച് തന്നെ പാടുന്നവരായിട്ട് ആ ഗോപ്യ വിജഹ്രിരേ, ഗോപികമാർ വിഹരിച്ചു. ഗോപികമാർ പിന്നെയും അവരുടെ കളികൾ, ലീലകൾ തുടർന്നുകൊണ്ടിരുന്നു, അവരുടെ രാസക്രീഡകൾ തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ ആനന്ദസ്വരൂപനായ ആനന്ദസാഗരമായ ഭഗവാനിൽ മുഴുകുകയാണ്
അല്ലെ? ഓരോ നദികളും വന്ന് സമുദ്രത്തിൽ വന്ന് ലയിക്കും പോലെയാണ് ഈ ഓരോ ഗോപികമാരും വന്ന് ഈ ആനന്ദസാഗരമായ ഭഗവാനിൽ ലയിച്ച് ആ ഭഗവാന്റെ ആ ഒരു അഗാധതയെ, എന്താ പറയുക, അപാരതയെ പ്രാപിക്കുകയാണ് ഈ ഓരോ നദികളും എന്ന പോലെ. നദികൾ സമുദ്രത്തോട് ചേരുന്നതോടുകൂടി നദികൾ അതിന്റെ സ്രോതസ്സിലേക്ക് വന്നു ചേർന്നു. എല്ലാ ജലവും ഉണ്ടാകുന്ന സമുദ്രജലം ആവിയായി പൊങ്ങി മഴയായിട്ടാണ്. അപ്പൊ സമുദ്രജലത്തെ എല്ലാറ്റിന്റെയും സ്രോതസ്സായിട്ട് പറയാം. അങ്ങനെയാണെങ്കിൽ എല്ലാ നദികളും എവിടേക്ക് എത്തിച്ചേരുമ്പോഴാ തൃപ്തിയെ പ്രാപിക്കുന്നത്? അതിന്റെ സ്രോതസ്സിലേക്ക്, അതിന്റെ ഹോം, അറ്റ് ഹോം, അതിന്റെ വീട് വന്നു ചേരുമ്പോഴാണ് നദികളൊക്കെ തൃപ്തരായിത്തീരുന്നത്. അപ്പൊ അതുപോലെ ഓരോ ജീവാത്മാക്കളും ഈ ആനന്ദസാഗരനായിരിക്കുന്ന ഭഗവാന്റെ അംശങ്ങളാണ്. ഇവിടെ നിന്ന് ആനന്ദസാഗരത്തിൽ നിന്ന് മേഘരൂപത്തിലേക്ക് പോയി നദിയായി മാറി ഒഴുകി ഒഴുകി ഒഴുകിയപ്പോ ആ സമുദ്രത്തിൽ ചെന്ന് ചേരാൻ വെമ്പുന്നവരെ പോലെയാണ്. അപ്പൊ അതുപോലെ ഇവിടെ ഗോപികമാര് ആ ഭഗവാനുമായി ചേർന്ന് വിഹരിക്കുകയാണ്, ഈ ഒരു ആനന്ദസാഗരത്തിൽ മുഴുകുകയാണ്. അതാണ് രാസക്രീഡ. ഗോപ്യോ ലബ്ധ്വാച്യുതം കാന്തം ശ്രിയഃ ഏകാന്തവല്ലഭം ഗൃഹീതകണ്ഠ്യഃ തദ്ദോർഭ്യാം ഗായന്ത്യഃ തം വിജഹ്രിരേ. കർണോത്പലാളകവിടംഗകപോലഘർമ്മവക്ത്രശ്രിയോ വലയനൂപുരഘോഷവാദ്യൈഃ ഗോപ്യഃ സമം ഭഗവദാനനുദുഃ സ്വകേശസ്രസ്തസ്രജോ ഭ്രമരഗാജകരാസഗോഷ്ഠ്യാം. കർണോത്പലാളകവിടംഗകപോലഘർമ്മവക്ത്രശ്രിയോ വലയനൂപുരഘോഷവാദ്യൈഃ ഗോപ്യഃ സമം ഭഗവദാനനുദുഃ സ്വകേശസ്രസ്തസ്രജോ ഭ്രമരഗായകരാസഗോഷ്ഠ്യാം. അപ്പൊ ഭഗവതാ സമം ഗോപ്യഃ നനൃദുഃ, ഭഗവാനോടുകൂടിയ ഗോപികൾ നൃത്തം ചെയ്തു. ഇതാണ് ഈ ശ്ലോകത്തിലെയും വിഷയം. ഭഗവതാ സമം ഗോപ്യഃ നനൃദുഃ, നൃത്തം ചെയ്തു. അപ്പൊ എങ്ങനെയൊക്കെ ആയിട്ട് നൃത്തം ചെയ്തു എന്ന് വീണ്ടും വർണ്ണിക്കുകയാണ്. കർണോത്പലാളകവിടംഗ കപോല ഘർമ്മവക്ത്രശ്രിയഃ, അവരുടെ മുഖശ്രീ, വക്ത്രശ്രീ എന്ന് പറഞ്ഞാൽ വക്രം, മുഖം. ആ മുഖത്തിന്റെ ശ്രീ എങ്ങനെയായിട്ടാണ്? അവരുടെ കർണ ഉത്പലം, അവര് കാതിൽ താമരയൊക്കെ തൂക്കിയിട്ടുണ്ട്. ഇടയ്ക്ക് പോയിട്ട് സരസിൽ ഇറങ്ങിയിട്ട് താമരയൊക്കെ പറിച്ചോണ്ട് വന്ന് ചെവിയിൽ ലോലാക്ക് പോലെ, എന്താ പറയാ, ജിമിക്കി കമ്മൽ പോലെയൊക്കെ തൂക്കിയിട്ടുണ്ട്. അതാണ് കർണ ഉത്പലം. അപ്പൊ കർണത്തിൽ തൂക്കിയിരിക്കുന്ന ഉത്പലവും അളക വിടംഗ കപോലം. അളകം എന്ന് പറഞ്ഞാല് തലമുടി തന്നെയാണ്, മുഖത്തേക്ക് വീണ് കിടക്കുന്ന ആ കുറുനിരകള്. ആ കുറുനിരകളാൽ അലങ്കരിക്കപ്പെട്ടതായിട്ടുള്ള കപോലം, ഗണ്ഡസ്ഥലം, കവിള്. അപ്പൊ കുറുനിരകളൊക്കെ ഇങ്ങനെ കവിളിലേക്ക് വീണ് കിടക്കുന്നുണ്ട്, അങ്ങനെ അലങ്കരിക്കപ്പെട്ടതായിട്ടുള്ള. അതുകൊണ്ടും അതുപോലെ ഗർമ്മ എന്ന് പറഞ്ഞാലോ വിയർപ്പ്. ഇവിടെ ഗർമ്മം എന്നാൽ വേനല്, വെയില്, ചൂട് എന്നൊക്കെ അർത്ഥമാണ്. ഇവിടെ അതുകൊണ്ടുണ്ടാകുന്ന വിയർപ്പിനെയും ഗർമ്മം എന്ന് പറയും. അപ്പൊ ആ വിയർപ്പോട് കൂടിയതായിട്ടുള്ള ശ്വേതജലം കൊണ്ടുള്ള ആ വക്ത്രശ്രിയ, മുഖശോഭയോടുകൂടിയവരായിട്ട് ഒരു ഒന്നൊന്നര ശോഭയാണ് അവിടെ അവരെ വർണ്ണിച്ചിരിക്കുന്നത്. അവരുടെ കാതിലൊക്കെ താമരകൾ തൂക്കിയിട്ടുണ്ട്. അതുപോലെ അവരുടെ തലമുടിയൊക്കെ ഇങ്ങനെ മുഖത്തേക്ക് വീണ് കിടക്കേണ്ട അളകങ്ങളൊക്കെ മുഖത്തേക്കും കവിളത്തേക്കൊക്കെ വീണ് കിടക്കുന്നു. വിയർപ്പുകൾ ഇങ്ങനെ പൊടിയുന്നുണ്ട്. അങ്ങനെയുള്ള മുഖകാന്തിയോടുകൂടിയതായിട്ടുള്ള ആ സുന്ദരികള്. സ്വകേശ സ്രസ്തസ്രജ, അവരുടെ കേശത്തിൽ നിന്ന്, തലമുടികളിൽ നിന്ന് വീഴുന്ന സ്രജഹ, പൂമാലകള്. സ്രക്ക് എന്ന് പറഞ്ഞാൽ മാലയാണ്, അതിന്റെ ബഹുവചനം സ്രജഹ. അത് ഗോപികമാരെ വിശേഷിപ്പിച്ചു. അങ്ങനെ തലമുടികളിൽ നിന്ന് വീഴുന്ന പൂമാലകളോട് കൂടിയവരായിട്ടുള്ള ഗോപികമാര്. ഭ്രമരഗായക രാസഗോഷ്ഠ്യാം, ഇവിടെ രാസഗോഷ്ഠി, ഒരു വലിയ ഗോഷ്ഠി നടക്കുകയാണ്. ഗോഷ്ഠി എന്ന് പറഞ്ഞാൽ ഒരു സഭയാണ്. ഏത് ഗോഷ്ഠിയാണ് ഇവിടെ? രാസഗോഷ്ഠിയാണ്. അപ്പൊ രാസസദസ്, ഒരു ആനന്ദ നടനത്തിന്റെ സദസ്. ആരാ ഇവിടെ പാട്ട് പാടുന്നത്? ഭ്രമരഗായകര്, വണ്ടുകളാണ് ഗാനം ചെയ്യുന്നത്. കാരണം ഇവരുടെ
തലമുടിയിലെ പൂക്കളും ഇവരുടെ ചെവിയിലെ ഉൽപ്പലങ്ങളും ഇതൊക്കെ ഇവരെ ആകർഷിക്കുന്നു എന്ന് പറയുക, വണ്ടുകളെ ആകർഷിക്കുന്നു. അപ്പൊ അങ്ങനെ വണ്ടുകൾ വന്ന് മൂളിക്കൊണ്ട് ഇവരുടെ ചുറ്റും പാടുന്നുണ്ട്. അതാണ് ഭ്രമരഗായകരാസഗോഷ്ഠിയാം. ഒരു നൃത്തസഭയൊക്കെ ആകുമ്പോൾ പാട്ടുകാർ വേണ്ടേ, നട്ടുവാങ്കം പാടാൻ ആള് വേണ്ടേ, അല്ലേ? അപ്പൊ അത് ഇവിടെ നിർവഹിക്കുന്നത് വണ്ടുകളാണ്. മുകളിലത്തെ ഇവരൊക്കെ ക്ഷീണിച്ചതുകൊണ്ട് ഗന്ധർവന്മാരും മറ്റുമൊക്കെ ക്ഷീണിച്ച് പാട്ടത്തിരി ശബ്ദം കുറഞ്ഞോ സംശയം. അപ്പൊ ഭൂമിയിലുള്ള വണ്ടുകൾ ഇവർക്ക് നല്ല രീതിയിൽ ഗാനം കൊടുക്കുന്നു. അതിനനുസരിച്ചാണ് ഇവർ പാട്ട് പാടുന്നത്. ഭ്രമരഗായക രാസഗോഷ്ഠ്യാം വലയ നൂപുര ഘോഷവാദ്യൈഹി ഭഗവതാസമം നൃതുഹു. അപ്പൊ വാദ്യങ്ങളും മുകളിൽ നിന്ന് ശബ്ദം കുറഞ്ഞു, ദേവന്മാര് ക്ഷീണിച്ചതുകൊണ്ട്, അതോ അവര് എല്ലാം മറന്ന് നിശ്ചേഷ്ടരായി നോക്കി നിൽക്കുകയാണോ, അവരും ആനന്ദം അനുഭവിക്കുകയാണോ? എന്തായാലും വാദ്യഘോഷങ്ങള്, എന്താ ഘോഷങ്ങള്? വലയ നൂപുര ഘോഷവാദ്യൈ. വലയങ്ങൾ ഇവരുടെ കയ്യിലുള്ളതായിട്ടുള്ള വളകൾ കിലുക്കിക്കൊണ്ടും അവരുടെ പാദസരങ്ങൾ നൂപുരങ്ങളുടെ ഘോഷവും അതാകുന്ന വാദ്യത്തോടു കൂടിയിട്ട്, അപ്പൊ അവർ തന്നെ അവരുടെ കയ്യിലുള്ള ആഭരണങ്ങളെ കൊണ്ട് അവർ തന്നെ സ്വയം ഓർക്കസ്ട്ര ഉണ്ടാക്കി. ഇത്രയും പേര് ചേരുമ്പോൾ അതൊരു നല്ല ശബ്ദവിന്യാസമായിരിക്കും. അവരെല്ലാം ഒരേ താളത്തില് നൃത്തം വെച്ചു നൃത്തം. അങ്ങനെ വലയ നൂപുര ഘോഷവാദ്യൈഹി ഭഗവതാസമം നൃതുഹു. ഭഗവാനോടുകൂടി ചേർന്ന് എല്ലാവരും നൃത്തം വെച്ചു. ഗോപികമാര് ആനന്ദ നടനമാടി എന്ന് പറയാം. കർണോത്പലാള കവിടംഗ കപോല ഘർമ്മഭക്ത്രശ്രിയോ വലയ നൂപുര ഘോഷവാദ്യൈഹി ഗോപ്യഃ സമം ഭഗവതാ നൃതുഹു സ്വകേശസ്രസ്തസ്രജോ ഭ്രമരഗായകരാസഗോഷ്ഠ്യാം ഏവം പരിഷ്വംഗകരാവിമർശസ്നിഗ്ധക്ഷണോദ്ഗാമ വിലാസഹാസൈഃ രേമേ രമേശോ വ്രജസുന്ദരീഭിഃ യഥാർഭക സ്വപ്രതിബിംബ വിഭ്രമഃ. ഏവം പരിഷ്വംഗകരാവിമർശസ്നിഗ്ധക്ഷണോദ്ഗാമ വിലാസഹാസൈഃ രേമേ രമേശോ വ്രജസുന്ദരീഭിഃ യഥാർഭക സ്വപ്രതിബിംബ വിഭ്രമഃ. വളരെ മനോഹരമായിട്ടുള്ളൊരു ശ്ലോകമാണ് ഇവിടെ. ഏവം ഇപ്രകാരം പരിഷ്വംഗ കരാഭിമർശ സ്നിഗ്ധേക്ഷണ ഉദ്ദാമ വിലാസഹാസൈഃ സ്വപ്രതിബിംബ വിഭ്രമഃ അർഭകഃ യഥാ രമേശഃ വ്രജസുന്ദരീഭിഃ രേമേ. രമേശഃ രേമേ. രമേശൻ ആരാണ്? രമായാഹ ഈശഃ, ലക്ഷ്മിയുടെ പതി. അപ്പോ ലോകത്തിന്റെ മുഴുവൻ സകല സൗന്ദര്യത്തിന്റെയും മംഗളത്തിന്റെയും രൂപമാണ് ലക്ഷ്മി ദേവി, അല്ലേ? പ്രകൃതി എല്ലാം ലക്ഷ്മി ദേവി തന്നെയാണ്. അപ്പം ആ മായാദേവി തന്നെയാണ് ലക്ഷ്മി ദേവി. അങ്ങനെയുള്ള ആ ലക്ഷ്മി ദേവിയുടെ ഈശനായിട്ടുള്ള ഭഗവാൻ രമേശഃ രേമേ, രമിച്ചു. ആരോടുകൂടെ? ഈ ഗോപികമാരോടുകൂടെ. വ്രജസുന്ദരീഭിഃ രേമേ, വ്രജസുന്ദരികളോടുകൂടി രമിച്ചു. ഇവിടെ രമിച്ചു എന്ന് പറഞ്ഞാൽ ക്രീഡിച്ചു എന്നാണ്. ക്രീഡ എന്നാണ് അർത്ഥം. അവ നന്നായി ക്രീഡിച്ചു, കളിച്ചു എന്നർത്ഥം. ആനന്ദം അനുഭവിച്ചു. ആത്മാരാമനായ ഭഗവാൻ ഈ ഗോപികമാരോടുകൂടി രമിച്ചു എന്ന് പറയുമ്പോൾ ഭഗവാന് ഗോപികമാരുടെ സാമീപ്യം വേണോ രമിക്കാൻ എന്നുള്ള സംശയത്തിന് ഉള്ളൊരു മറുപടിയായിട്ടാണ് ഏതുപോലെ രമിച്ചു എന്ന് പറയുന്നത്. യഥാ അർഭകഃ സ്വപ്രതിബിംബ വിഭ്രമഃ എന്നുള്ള ഉപമ. അർഭകഃ, അർഭകൻ ബാലൻ, കൊച്ചുകുട്ടികള്. അപ്പോ അർഭകഃ സ്വപ്രതിബിംബ വിഭ്രമഃ യഥ. സ്വപ്രതിബിംബം, കണ്ണാടി കൊടുത്താൽ, കൊച്ചുകുട്ടികളുടെ കയ്യിൽ കണ്ണാടി കൊടുത്താൽ ആ കണ്ണാടിയെ നോക്കി കൊച്ചുകുട്ടികള് പലതരത്തിലുള്ള മുഖം കൊണ്ട് ചേഷ്ടകളൊക്കെ കാണിക്കും. കയ്യും കാലും മുഖവും ഒക്കെ ചേഷ്ട കാണിക്കും, അല്ലേ? വളരെ കാണാൻ നല്ല കൗതുകമാണ് എന്ന് പറയുക. അപ്പോ അറിവില്ലാത്ത ആ കുട്ടി എങ്ങനെയാണോ കണ്ണാടി നോക്കിയിട്ട് തന്നെ തന്നെ കണ്ട് ആനന്ദിക്കുന്നത്, സ്വപ്രതിബിംബ വിഭ്രമഃ, തന്റെ പ്രതിബിംബങ്ങളോടുകൂടി വിഭ്രമത്തോടെ, വിഭ്രമം എന്ന് പറഞ്ഞാൽ അവിടെ ചേഷ്ട, കളി എന്നൊക്കെ അർത്ഥം തന്നെയാണ്, ക്രീഡ. അപ്പൊ എങ്ങനെയാണോ ഒരു ബാലൻ തന്റെ കണ്ണാടിയിലെ പ്രതിബിംബത്തെ നോക്കിക്കളിക്കുന്നത്,
അതുപോലെയാണ് ഭഗവാൻ വ്രജസുന്ദരിമാരുമായിട്ട് കളിച്ചത്. എങ്ങനെയൊക്കെയാണ് കളിച്ചത്? പരിഷ്വംഗ കരാഭിമർശ സ്നിഗ്ധേക്ഷണോദ്ദാമ വിലാസഹാസൈഹി. പരിഷ്വംഗം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പരിതഹ സംഘം, അതാണ് പരിഷ്വംഗം. നന്നായി ആലിംഗനം ചെയ്യുക, ചേർത്ത് പിടിക്കുക. അപ്പൊ ആലിംഗനം. അതുപോലെ കരാഭിമർശം. കരാഭിമർശം എന്ന് പറഞ്ഞാൽ കൈകൾ കൊണ്ടുള്ള തലോടൽ, അഭിമർശനം ചെയ്യുക, സ്പർശിക്കുക. അപ്പൊ കൈകൾ കൊണ്ടുള്ളതായിട്ടുള്ള തലോടൽ, അപ്പൊ കെട്ടിപ്പിടിക്കല്, തലോടലുകള്. അതുപോലെ സ്നിഗ്ധ ഈക്ഷണം, സ്നേഹപൂർവമായ കടാക്ഷം, നോട്ടം, ഈക്ഷണം, സ്നിഗ്ധേക്ഷണം. ഉദ്ദാമ വിലാസഹാസൈഹി. ഉദ്ദാമ വിലാസം. അപ്പോ എന്താ പറയുക, ഒരു പരിധി വിട്ടിട്ടുള്ളതായിട്ടുള്ള ചേഷ്ടകള്. ആലിംഗനം കഴിയുമ്പോൾ ചുംബനാദികള് എല്ലാം ചെയ്തുകൊണ്ടും, ഹാസൈഹി മന്ദഹാസാദികൾ കൊണ്ടും എല്ലാം ഈ ഗോപികമാരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഒരു ബാലൻ തന്റെ കണ്ണാടിയിലെ പ്രതിബിംബം നോക്കി കളിക്കുന്നത് പോലെ ഈ രമേശൻ മായാനാഥനായ ലക്ഷ്മീനാഥനായ ഭഗവാൻ ഈ വ്രജസുന്ദരീഭിഹി രേമേ. അപ്പോ ഭഗവാനും ഇവിടെ മോഹയുക്തനല്ല, കാണുന്നവർക്ക് തോന്നുകയാണ്. കൊച്ചുകുട്ടി എങ്ങനെയാണോ തന്റെ പ്രതിബിംബത്തെ നോക്കി കളിക്കുന്നത്, അതുപോലെ ഇവിടെ ഭഗവാന് ഈ ഗോപികമാരൊക്കെ ആരാണ്? തന്റെ പ്രതിബിംബം തന്നെയാണ്. ഭഗവാൻ ഇല്ലെങ്കിൽ ഈ ബിംബങ്ങളൊന്നുമില്ല, ഈ പ്രതിബിംബങ്ങളൊന്നും ഇല്ല. അപ്പൊ ഭഗവാന്റെ പ്രതിബിംബങ്ങൾ തന്നെയാണ് ഓരോ ജീവന്മാരും. അപ്പൊ താൻ തന്നോട് തന്നെയാണ് കളിക്കുന്നത് എന്ന ബോധം ആർക്കുണ്ട്? ഇവിടെ ഭഗവാനുണ്ട്. കൊച്ചുകുട്ടിക്ക് കണ്ണാടിയിൽ കളിക്കുമ്പോൾ ഉണ്ടാവില്ല. അതുപോലെ എന്ന് പറഞ്ഞേ ഉള്ളൂ. കാണുന്നവർക്ക് അതുപോലെ. യഥാർത്ഥത്തിൽ ഭഗവാൻ കളിക്കുന്നത് തന്റെ തന്നെ പ്രതിബിംബങ്ങളോടാണ്, തന്റെ തന്നെ അംശങ്ങളായിരിക്കുന്ന ജീവന്മാരോടാണ്. ആ ഗോപികമാരെല്ലാം ഭക്തകളായിട്ടുള്ള ഗോപികമാര് തന്റെ അംശങ്ങളാണ്. അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ എല്ലാ മനോരഥങ്ങളും സാധിച്ചു കൊടുത്തുകൊണ്ട് അവരെ ആലിംഗനവും ചുംബനാദികളും അവരെ ശൃംഗാരത്തോടെ നോക്കിക്കൊണ്ടും കര സ്പർശം കൊണ്ടും എല്ലാ തരത്തിലും അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ തന്റെ പ്രതിബിംബത്തോട് താൻ തന്നെ കളിക്കുകയാണ്. ഈ ഭാവം ഓർമ്മ വരേണ്ടത് നമ്മുടെ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ഭഗവാൻ തന്റെ തന്നെ കൈകൊണ്ട് തന്റെ തന്നെ പാദങ്ങളെ തന്റെ തന്നെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ച് താൻ തന്നെ ഏകനായി അനുഭവിക്കണം. തന്നിൽ നിന്ന് അന്യമായിട്ട് അവിടെ ഭോഗത്തിനൊന്നുമില്ല. കർത്താവും ഭോക്താവും ഭോജ്യവും എല്ലാം ഭഗവാൻ തന്നെ അവിടെ, അല്ലേ? ഭഗവാൻ തന്നെ തന്നെയാണ് തന്റെ തന്നെ വായിൽ വെച്ച് അനുഭവിക്കുന്നത്. തന്റെ കൈകൊണ്ട് തന്റെ കാലുകളെ പിടിച്ച് തന്റെ വായിൽ വെച്ചിരിക്കുന്നു. വേറൊരു അപേക്ഷയില്ല അദ്ദേഹത്തിന് ആനന്ദിക്കാനായിക്കൊണ്ട്. കാരണം ഇല്ലതാനും മറ്റൊരു വസ്തു തന്നിൽ നിന്ന് അന്യമായിട്ട് ഇല്ല. ഈ സൃഷ്ടിയൊക്കെ ഉള്ളപ്പോഴും ഭഗവാനിൽ നിന്ന് അന്യമല്ലാതൊന്നും. ആ അറിവ് ഭഗവാൻ എപ്പോഴും ഉള്ളവനാണ്. താൻ തന്നെ 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 പലതാക്കി തീർത്തതാണ്. അതുകൊണ്ട് ഭഗവാൻ ഈ ലോകത്തെ കാണുന്നത് താൻ തന്നെയായിട്ടാണ്. തന്നിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ല. അഹമേവാസമേവാഗ്രേ നാന്യത് യത് സദസത് പരം പശ്ചാദഹം യദേതച്ച് യോവശിഷ്യേത സോസ്മ്യഹം. ഈ ബോധം എപ്പോഴും ഉള്ളവനാണ് ഭഗവാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാൻ ഇവിടെ ക്രീഡിക്കുന്നത് കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം. അതുപോലെയാണ് തന്റെ പ്രതിബിംബ വിഭ്രമ അർഭഗ യഥാ. അപ്പൊ തന്റെ പ്രതിബിംബത്തോട് തന്നെയാണ് ഭഗവാൻ ലീല ചെയ്യുന്നത്, കളിക്കുന്നത്, ക്രീഡിക്കുന്നത്. അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ എല്ലാ വേഷവും കിട്ടുന്നു. അപ്പൊ ഇവിടെ ഭഗവാന് ഈ ഗോപികമാരിൽ നിന്ന് ഒരപേക്ഷയും ഇല്ല. എന്തെങ്കിലും ഒരു തനിക്ക് സുഖത്തിന് വേണ്ടി ഒരു ഡിപ്പെൻഡൻസി അവരിലില്ല. പക്ഷെ അവർക്ക് താൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവർ കാർത്യായനി വ്രതമെടുത്തു, അല്ലേ? കാർത്യായനി മഹാമായേ മഹായോഗിൻ അധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമ എന്ന്. അപ്പൊ ആ ഗോപികമാരുടെ പ്രാർത്ഥനാ സമയത്ത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ സാധിച്ചു തരുന്നുണ്ട് എന്ന്. ആ വാക്ക് പാലിച്ചുകൊണ്ട്
അവരെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള ആ ക്രീഡാ രംഗങ്ങളാണ് കടന്നു പോകുന്നത്. നമുക്ക് ബാക്കി വൈകുന്നേരം ഞാനിവിടെ ഉണ്ടെങ്കിൽ കാണാം. ഒരു പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട്, പക്ഷെ അത് കൺഫേം ചെയ്തിട്ടില്ല. ഇവിടെ ഉണ്ടെങ്കിൽ വൈകുന്നേരം കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. വൈകുന്നേരം പറ്റിയാൽ കാണാം, ഇല്ലെങ്കിൽ നാളെ കാണാം. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ഹരി ഓം.